പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്. കർത്താവിന്റെ മഹത്വം നമ്മൾ കർത്താവിന്റെ വചനത്തിൽ കൂടെ ശ്രദ്ധിക്കാൻ വേണ്ടി പോവുകയാണ്. സൂപ്പർ നാച്ചുറൽ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന വിഷയമായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ അതിൻ്റെ ഇത്രയും ചാപ്റ്ററുകളൊക്കെ പഠിച്ചു. ഇന്ന് അതിനെ റിവ്യൂ ചെയ്യുന്നില്ല, നമ്മുടെ മുമ്പിലുള്ള സമയം ചുരുക്കമായതുകൊണ്ട് നമ്മൾ റിവ്യൂ ചെയ്യുന്നില്ല. നമ്മൾ എവിടെ വരെയാ പഠിച്ചതെന്ന് ദൈവമക്കൾ ഓർക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ ഡയറി ബുക്കൊക്കെ എടുക്കുക. നമ്മൾ എവിടെ വരെയാ പഠിച്ചത്? നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് വോൾ ഓഫ് ഫയർ, സെക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വിഷയമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ഭാഗങ്ങളെല്ലാം ചിന്തിച്ചു. നോക്കിയേ, ഇവിടെ എല്ലാം നമ്മൾ ചിന്തിക്കുകയും ഒക്കെ ചെയ്തത് കൊണ്ട് നമ്മൾ അവിടെ എങ്ങും നമ്മൾ നോക്കുന്നില്ല. നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് സെക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വാക്കുകളാണ്. ഇവിടെ എല്ലാം ചിന്തിച്ചു. നമ്മൾ സെക്കറിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്, നമ്മുടെ ആ വിഷയത്തിലേക്ക് നമ്മൾ മടങ്ങി വരാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ആ ഭാഗം, ലോഡ് ചെയ്ത ഭാഗം ഞാനൊന്ന് എടുത്തോട്ടെ. ശ്രദ്ധിച്ചോട്ടെ. യെസ്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചായിരുന്നു. പക്ഷെ ഇതെല്ലാം അങ്ങ് മായ്ക്കുകയാണ്. നമ്മൾ അതിന് ശേഷം നമ്മൾ തുടർന്നുള്ള ഭാഗങ്ങളിലേക്ക് നമ്മൾ പഠിക്കാൻ വരികയാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ നമ്മൾ ബാക്കിയുള്ള പഠിച്ചതൊക്കെ? ഓക്കെ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചത് ഇസ്രയേലിൻ്റെ അടിമത്തത്തെ കുറിച്ചാണ് പഠിച്ചത്. നമ്മൾ വായിച്ചു ചിന്തിച്ചുകൊണ്ടിരുന്ന ഭാഗം ഇതാണ്. സെക്കറിയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. യെരുശലേം അതിലെ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ബഹുത്വം നിമിത്തം മതിലില്ലാതെ കിടന്നാലും സെക്കറിയ വായിച്ചു ആന്റി. സെക്കറിയ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 4-5 വാക്യങ്ങളുടെ ബേസിലാണ് നമ്മൾ പഠിച്ചത്. എന്നിട്ട് നമ്മൾ കണ്ടു സെക്കറിയാവ് എന്നാണ് ഈ ബുക്ക് എഴുതുന്നത്. BC 520 ഈ ബുക്ക് എഴുതുന്നത്. 520 ഈ ഒരു കാര്യം പറയുന്നത്. നമ്മൾ അതിനെക്കുറിച്ചൊക്കെ കണ്ടു. 520 ഈ കാര്യം പറയുന്നത്. മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ബഹുത്വം നിമിത്തം മതിലില്ലാതെ കിടന്നാൽ ഞാൻ അതിന് ചുറ്റും തീമതിലായിത്തീരും. അപ്പൊ 520 ദൈവത്തിന്റെ ആ സൂപ്പർ നാച്ചുറൽ പ്രൊട്ടക്ഷൻ വചനത്തിന്റെ അകത്തൂടെ വെളിപ്പാട് കിട്ടിയെങ്കിലേ അത് റിലീസാകത്തുള്ളൂ. നിങ്ങൾ എന്നും ഓർത്തോണം കേട്ടോ. നമ്മൾ വചനം വായിക്കുന്നു, ആന്റി ബൈബിൾ വായിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു. ദൈവ വചനത്തിന്റെ അകത്തൂടെയുള്ള മിസ്റ്ററി എപ്പോൾ നിങ്ങൾക്ക് ആ വെളിപ്പാട് ഓപ്പൺ ആകുന്നോ അതൊരു കലവറയാണ്. ആ കലവറയ്ക്കകത്തൂടെ ആയുധങ്ങളുണ്ട്, ബലമുണ്ട്, വിടുതലുണ്ട്. നിങ്ങൾ വായിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കത് ക്ലെയിം ചെയ്യാം. പക്ഷെ നിങ്ങളുടെ ഉള്ളില് പരിശുദ്ധാത്മാവ് ഇൻസ്പയർ ചെയ്ത് തന്ന അത് ഭയങ്കര ബലമാണ്. അപ്പൊ 520 ദൈവ സൂപ്പർ നാച്ചുറൽ പ്രൊട്ടക്ഷൻ ഇവർക്ക് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ കണ്ടു മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ബഹുത്വം നിമിത്തം മതിൽ ഇല്ലാതായി തീർന്നത് എന്നാ അല്ലെ? മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ബഹുത്വം നിമിത്തം മതിലില്ലാതെ കിടക്കും. ആ മതിലില്ലാതെ കിടക്കുന്നു എന്നുള്ള വേർഡ് എവിടം തൊട്ടാ വന്നതെന്നുള്ളത് നമ്മൾ കണ്ടു. നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കാം ആ കണക്ക്. BC 606 എന്ത് പോകുന്നത്? ദൈവത്തിന്റെ സ്പിരിച്വൽ കാവല് പോകുന്നത്. എന്തുകൊണ്ടാ പോയത്? പാപനിമിത്തം പോയി. BC 620 യെരമ്യാവിന്റെ ആ കാലഘട്ടം. യെരമ്യാവ് ഒത്തിരി കാലഘട്ടങ്ങളിൽ പ്രവചിച്ചിട്ടും ഈ ജനം മടങ്ങി വന്നില്ല. ദൈവത്തിന്റെ കാവൽ അപ്പോഴത്തേന് പലയിടത്തും വിള്ളല് വീണു, നഷ്ടമായി. മതിലുകൾ, ദൈവത്തിന്റെ സുരക്ഷ അവിടെ ഇവിടെ എല്ലാം നഷ്ടമായി. ദൈവം ആ കാവല് പൂർണ്ണമായിട്ട് മാറ്റി. അന്നേരമാണ് ആര് വരുന്നത്? നെബുക്കദ്നേസർ 2 വരുന്നത്. എവിടുന്ന് വരുന്നത്? ബാബിലോണിൽ നിന്ന് നെബുക്കദ്നേസർ 2 വന്ന് ഇസ്രയേലിനെ ആദ്യമായിട്ട് ആ സ്ഥലത്തുണ്ടായിരുന്ന ദാവീദ് രാജാവിന്റെ വംശത്തിലുള്ളവരെ പിടിച്ചുകൊണ്ട് പോകുന്നത്. കറക്റ്റ് ആണോ? ഓർക്കുന്നുണ്ടോ?
ദാവീദ് രാജാവിന്റെ വംശത്തോടെ പിടിച്ചോണ്ട് പോയി. രണ്ടാമത്തെ പ്രാവശ്യം എന്നാ വന്നത്? BC 596 വന്ന് നെബൂഖദ്നേസർ 2 വന്ന് രണ്ടാമത് പിടിച്ചോണ്ട് പോയി. രണ്ടാമത് പിടിച്ചോണ്ട് പോയവരുടെ കൂട്ടത്തിലുള്ളതാണ് യെഹെസ്കേൽ എന്ന് തൊട്ട് തുടങ്ങുന്ന പ്രവാചകന്മാരും പുരോഹിതന്മാരും സ്കിൽഡ് ക്രാഫ്റ്റ്മാന്മാരും അവരെ പിടിച്ചോണ്ട് പോയി. മൂന്നാമത്തെ കൂട്ടർ വന്നു. എന്നാ വന്നേ? BC 586 നെബൂഖദ്നേസർ വന്ന് ടെമ്പിൾ ഉൾപ്പെടെ എന്തുപറ്റി? തകർത്തു കളഞ്ഞു. ടെമ്പിൾ ഉൾപ്പെടെ തകർത്തു കളഞ്ഞു. എല്ലാം തകർത്ത്. കഴിഞ്ഞ ആഴ്ച ഞാനത് പറഞ്ഞു. ആ പട്ടണം മൊത്തം നശിപ്പിച്ചു. യെരമ്യാവിൽ കൂടെ ദൈവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെരമ്യാവിൽ കൂടെ ദൈവം പറഞ്ഞിട്ടുണ്ടായിരുന്നു. യെരമ്യാവ് എന്ന് പറഞ്ഞ പ്രവാചകനിൽ കൂടെ ദൈവം പറഞ്ഞായിരുന്നു 70 വർഷക്കാലം, 70 വർഷം, 70 വർഷക്കാലം നിങ്ങൾ പ്രവാസത്തിൽ കിടക്കും. അതിനുശേഷം നിങ്ങളെ ഞാൻ അവിടുന്ന് വീണ്ടെടുക്കും. ദൈവം പറഞ്ഞു 70 വർഷക്കാലം, 70 വർഷക്കാലം, 70 years, 70 വർഷക്കാലം. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു. അതിന്റെ ബാക്കിയുള്ള ഭാഗം കണ്ടു. എന്തുവാ നമ്മൾ കണ്ടത്? നമ്മൾ കണ്ടത് ശ്രദ്ധിച്ചേ. നമ്മൾ കണ്ടത് 68 വർഷം എത്തി. ഇത് 68 വർഷത്തെ പ്രവാസം എത്തി. അപ്പോൾ എത്രയായി? BC 539 എത്തി. 539. അന്നേരമാണ് ദൈവം ആരെ എഴുന്നേൽപ്പിക്കുന്നത്? പറഞ്ഞോ? മേദ്യ പേർഷ്യ രാജ്യത്തിന്റെ കിങ് ആയിരുന്ന കോരശിനെ എഴുന്നേൽപ്പിക്കുന്നു. കിങ് കോരസ്. ഞങ്ങൾ ഇതെല്ലാം പഠിച്ചതായതുകൊണ്ട് ഓടിച്ചിട്ട് പറയുന്നത് കിങ് സൈറസ്. കിങ് സൈറസിനെ എഴുന്നേൽപ്പിച്ചു. കിങ് സൈറസിനെ എഴുന്നേൽപ്പിക്കുകയെ കിങ് സൈറസ് ആ പട്ടണം, ബാബിലോൺ എന്ന് പറഞ്ഞ പട്ടണം മൊത്തം തകർത്ത് കളയുകയും നെബൂഖദ്നേസർ രാജാവിന്റെ മകനായിരുന്ന ബെൽഷസ്സർ രാജാവിനെ കൊല്ലുകയും, അല്ലെ? അതെല്ലാം BC 539. ആ കൊല്ലുന്ന ചരിത്രങ്ങളൊക്കെ ഉണ്ട്, ഒത്തിരി ചരിത്രങ്ങളുണ്ട്. എല്ലാം തകർത്ത് കളയുകയും എല്ലാം ചെയ്തിട്ട് BC 536 കിങ് സൈറസും തൻ്റെ അമ്മാവനായ സൈന്യാധിപനും അമ്മാവനുമായ ദാരിയൂസ്, നമ്മൾ ദാരിയാവേശം എന്നാണ് വായിക്കുന്നത്, ദാരിയൂസ്, കിങ് ദാരിയൂസും കൂടെ ചേർന്ന് പെർമിഷൻ കൊടുത്തു. ഇസ്രയേലിൽ നെബൂഖദ്നേസർ രാജാവ് പിടിച്ചുകൊണ്ട് വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊക്കെ മടങ്ങിപ്പോക്കും എന്ന് പറഞ്ഞ് പെർമിഷൻ കൊടുത്തു. അങ്ങനെ പെർമിഷൻ കൊടുത്തിട്ട് ഇവര് മടങ്ങി വരുന്നത് BC 536 7-ാം മാസം മടങ്ങി വന്നു. 7th month മടങ്ങി വന്നു. നിങ്ങൾ അതിന്റെ കണക്ക് നോക്കിക്കേ. 536 മൈനസ് 606, അല്ലെങ്കിൽ തിരിച്ചെഴുതണ്ടിയേ. ഓക്കെ. 606 മൈനസ് 536 എത്ര വർഷമായി? 70 years. ആര് പ്രവചിച്ചതാ? 70 വർഷത്തിന് മുമ്പേ ആര് പ്രവചിച്ചു? ജെറമിയാവിൽ കൂടെ ദൈവം പറഞ്ഞതാ. എക്സാക്ട്ലി. അപ്പൊ ദൈവം പറഞ്ഞാൽ സംഭവിക്കുമോ? കണക്കുകൾ ഉൾപ്പെടെ കാലങ്ങൾ മാറാം, സമയങ്ങൾ മാറാം, നേതാക്കന്മാര് മാറാം, പൊളിറ്റീഷ്യന്മാര് മാറാം, ആ രാജാക്കന്മാര് കൊല്ലപ്പെടാം, മരിക്കാം. ആര് മാറിയാലും ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ അത് ഉവ്വെന്ന് പറഞ്ഞാൽ ഉവ്വെന്ന് തന്നെയാ, ഇല്ലാന്ന് പറഞ്ഞാൽ ഇല്ലാന്ന് തന്നെയാ. 70 എന്നുള്ള വേർഡിന്റെ അർത്ഥം റിസ്റ്റോറേഷൻ. റിസ്റ്റോറേഷൻ. 7 ഫിനിഷ്, കംപ്ലീറ്റ് എന്ന അതിന്റെ പൂർണ്ണത എന്നാണ് 7ന്റെ അർത്ഥം. പക്ഷെ 70 എന്ന് പറയുമ്പോൾ അതിനൊന്ന് മറ്റൊരു അർത്ഥമുണ്ട്. 70 അത് അതിന്റെ റിസ്റ്റോറേഷൻ സംഭവിക്കുന്ന, പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുന്ന. 70 സംഭവിച്ചത് വേറെ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു, ഓർക്കുന്നുണ്ടോ? 1948 മെയ് 14 2018 മെയ് 14 70 വർഷത്തിന്റെ കണക്ക് ചിന്തിച്ചു, അല്ലെ? 2018 കണക്ക്. ഇസ്രയേൽ ഭയങ്കര ഘടികാരമാണ്, ലോകത്തിന്റെ ഘടികാരമാണ്. ഇസ്രയേലിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവർ നമ്മൾ ഓരോരുത്തരും പഠിക്കണം, മനസ്സിലാക്കണം. അത് പഠിക്കുമ്പോൾ കാണാം ദൈവം ഇന്നും സകലത്തെയും
നിയന്ത്രിക്കുന്നു. കേട്ടോ, നിയന്ത്രിക്കുന്നു. നമ്മളിത് കണ്ടു. ഇതിന്റെ ബാക്കിയുള്ള ഭാഗമാണ് കാണുന്നത്. ഇസ്രയേലിനെ മടക്കി വരുത്താൻ ഒന്നാമത്തെ കൂട്ടർ മടങ്ങി വന്നു. എന്നാ മടങ്ങി വന്നേ? BC 536 മടങ്ങി വന്നു. ദാര്യാവേശ് മടക്കി കൊണ്ടുവന്നു. ദാര്യാവേശ് പെർമിഷൻ കൊടുത്തു. അന്ന് വരുന്നവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാരാണ്, ഞാൻ ഇവിടെ ഇതങ്ങ് വായിക്കട്ടെ. അന്ന് വന്നവരുടെ കൂട്ടത്തിൽ ഒന്നാമത്തെ കൂട്ടരെ മടക്കി കൊണ്ടുവരുമോ? ഫസ്റ്റ് കൂട്ടരെ മടക്കി കൊണ്ടുവന്നു. BC 536 മടങ്ങി വരുമ്പോൾ എത്ര പേരുണ്ടായിരുന്നു? നമ്മൾ ഇനി അത് കാണാൻ പോവാം. കേട്ടോ, നമ്മൾ ആ കാര്യങ്ങൾ നമ്മുടെ PPT-ക്കകത്തുനിന്ന് കാണാൻ വേണ്ടി പോവാം. PPT-ക്കകത്തുനിന്ന് അന്ന് മടങ്ങി വന്നവരുടെ കൂട്ടത്തിൽ എത്ര പേരുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ കാണാൻ പോവാം. ഓക്കെ, കഴിഞ്ഞ ആഴ്ച എത്ര പേരുടെ കണക്കുകളൊക്കെ ഞാൻ പറഞ്ഞേ? ഓർക്കുന്നുണ്ടോ? നിങ്ങൾ എഴുതിയെടുത്തായിരുന്നോ? ഓക്കെ, യെരമ്യാവിന്റെ ചരിത്രങ്ങളൊക്കെ പറഞ്ഞു. നോക്കിയേ, കഴിഞ്ഞ ആഴ്ച യെരമ്യാവിന്റെ ചരിത്രങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞായിരുന്നു. ഇതെല്ലാം വാക്യങ്ങൾ എവിടെയൊക്കെ ഉണ്ട് അതെല്ലാം പറഞ്ഞു. 3 കൂട്ടരായിട്ട് പിടിച്ചു. സെഖര്യാ പ്രവാചകന്റെ പുസ്തകത്തിലെ അർത്ഥങ്ങളും അതും ഇതും ഒക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ, ഒന്നാമത്തെ കൂട്ടർ തിരിച്ചു വരിക. എന്നാ തിരിച്ചു വരുന്നേ? BC 536 മടങ്ങി വരുമ്പോൾ നിങ്ങൾ നോക്കിക്കേ, അവിടെ എത്ര പേര് ആദ്യമേ മടങ്ങി വരുന്നേ? 50,000 ആൾക്കാർ മടങ്ങി വരുന്നു. അവരുടെ കൂട്ടത്തിൽ അവരെ ലീഡ് ചെയ്ത ആൾക്കാർ ആരൊക്കെയാ? സെരുബാബേൽ ഗവർണർ ആയിരുന്നു. ജോഷുവ എന്ന മഹാപുരോഹിതനും. നിങ്ങൾ ബൈബിളിൽ വായിച്ചിട്ടില്ലേ? സെഖര്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു യോശുവയെ കാണാം. യോശുവ എന്ന മഹാപുരോഹിതൻ ദൈവസന്നിധിയിൽ നിൽക്കുന്നു. തന്റെ വസ്ത്രത്തെ അഴുക്കുപറ്റി, താന് പിശാച് കുറ്റം പറയാൻ നിൽക്കുന്നു എന്നൊക്കെയുള്ള നോക്കണം. ഭയങ്കര അർത്ഥമാണ് അത്. അതെ, ദൈവം വസ്ത്രം മാറ്റാൻ പറയുന്നു. അവനെ വെടിപ്പുള്ള ഒരു മുടിയും ഒരു നല്ല വസ്ത്രവും ധരിക്കാൻ പറയുന്നു. തീയിന്ന് വലിച്ചെടുത്ത കൊള്ളിയ, അതൊക്കെ ഭയങ്കര അർത്ഥമാണ്. ഞാൻ ഇന്ന് അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയാ തീരത്തില്ല. അതെല്ലാം വിടുക. നോക്കിയേ, സെരുബാബേൽ എത്ര പേരെ കൊണ്ടുവന്നു? 50,000 പേരെ കൊണ്ടുവന്നു. ഈ 50,000 പേര് മടങ്ങി വന്നിട്ട് ആദ്യമേ ചെയ്തത് എന്തോ ചെയ്തു? യാഗപീഠം പണിതു. മന്ദിരം പണിതില്ല. അവര് വന്നു. പട്ടണത്തിലേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച, പട്ടണം ചുട്ടുകളഞ്ഞിരിക്കുന്നു. പട്ടണം ചുട്ടുകളഞ്ഞതിന്റെ അവശിഷ്ടങ്ങളിൽ കാട് കയറി, എല്ലാം നശിച്ചു, കുറുനരികൾക്കിരയായി. ഇന്ന് നാറുന്ന പട്ടണമായി. ഇന്ന് എന്തു പറ്റിയെന്നറിയാമോ? ഇന്ന് ആലയമില്ല, വീടില്ല, എല്ലാം കുപ്പക്കുന്നായി തീർന്നു. അങ്ങനെയുള്ള പട്ടണത്തിലേക്ക് ഇവർ മടങ്ങി. 50,000 പേര് മടങ്ങി വന്നു. നിങ്ങൾ ഓർത്തേ, സ്വന്തം വീട്ടിലേക്ക്, കുടുംബത്തിലേക്ക് മടങ്ങി വരുമ്പോൾ തിരിച്ചറിയാൻ പറ്റാത്തതുപോലെ ആ വീട് തകർന്നു. ആ തകർന്നതിന്റെ കാരണം എന്താ? കാവല് നഷ്ടമായി. കേട്ടോ, എന്താ തകരുന്നതിന്റെ കാരണം? കാവല് നഷ്ടമായി. ദൈവത്തിന്റെ വചനം ഒരാൾ തെറ്റിച്ചാൽ ദൈവം ആദ്യമേ ചെയ്യുന്ന കാര്യം, അദ്ദേഹത്തിന് ചുറ്റുമുള്ള ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ ദൈവം മാറ്റും. പ്രൊട്ടക്ഷൻ മാറ്റിയാൽ ശത്രു അറ്റാക്ക് ചെയ്തോളൂ. ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നത്. പ്രൊട്ടക്ഷൻ മാറ്റിയാൽ, നിങ്ങൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ ഇസ്രായേലിനെ കുറിച്ച് യെശയ്യാ പറയുന്ന 5-ാം അധ്യായത്തിൽ പറയുന്ന ഒരു വേർഡുണ്ട്. എന്റെ പ്രിയന് കുന്നിന്റെ മേൽ ഒരു മുന്തിരിത്തോട്ടം ഉണ്ടായിരുന്നു. ആ കുന്നിന്റെ മേൽ മുന്തിരി നടുന്നതിന് മുമ്പേ ആദ്യം എന്ത് ദൈവം ചെയ്തു? വേലി കെട്ടി. അല്ലെ എല്ലാത്തിനും മുമ്പേ. അത് കഴിഞ്ഞിട്ടാ വൃത്തിയാക്കുന്നത്. കല്ല് പെറുക്കി കളയുന്ന, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? കല്ല് പെറുക്കി കളയുന്ന, ചക്കിടുന്നത്, എല്ലാം ചെയ്യുന്നത്. ആദ്യമേ ചെയ്തത് വേലി കെട്ടി. പക്ഷേ ഗോപുരം പണിത് ആദ്യമേ ചെയ്ത വേലി കെട്ടുക. പക്ഷെ എന്ത് പറ്റി? കായ്ച്ചതോ കാട്ടുമുന്തിരിയ. ദൈവം വേറെ ഒന്നും ഗോപുരം പിടിച്ചു കളഞ്ഞില്ല. ദൈവം അതിന്റെ ചക്ക് മാറ്റിയില്ല. ദൈവം അതിന്റെ വേറെ ഒന്നും മാറ്റിയില്ല. ഒറ്റ കാര്യം ദൈവം മാറ്റി കൊടുത്തുള്ളൂ. ദൈവം അതിന്റെ വേലിയെ മാറ്റി. ദൈവം അതിന്റെ വേലിയെ മാറ്റി. വേലി മാറിയതോടുകൂടെ അതിനെ ശത്രു നശിപ്പിച്ചു. നമ്മുടെ ലൈഫിൽ അത് വലിയൊരു പാഠമാണ്. വേലി പോകുമ്പോഴാണ് മൊത്തം തകരുന്നത്. വേലി പോയി. ഒരു വീടിന് ചുറ്റും, ഒരു വ്യക്തിക്ക് ചുറ്റും, ഒരു കുടുംബത്തിന് ചുറ്റും, ഒരു സഭയ്ക്ക് ചുറ്റും ദൈവത്തിന്റെ വേലി വേണം.
വേലിയുള്ളവരെ വളരത്തുള്ളൂ. അതുകൊണ്ടാണ് എൽബദേൽ ചർച്ച് ഇത് പഠിക്കുന്നത്. നോക്കിയേ, തിരിച്ചു വന്നതിന് ശേഷം 50,000 പേരായി. അവരാദ്യമേ തുടങ്ങിയത് എന്തുവാ? ഒന്നും കൂടെ പറഞ്ഞേ. സാക്രിഫൈസ്. എവിടെ ബൈബിൾ എഴുതിയിട്ടുണ്ട്? എസ്രാ പ്രവാചകന്റെ പുസ്തകത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ വരവിലുള്ളവർ എന്ത് ചെയ്തെന്ന്. സാക്രിഫൈസ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഇടിഞ്ഞു പോയ യാഗപീഠം പണിയുന്നതാണ് ഒരു പട്ടണത്തിന്റെ പുനരുത്ഥാനത്തിന് ഇമ്പോർട്ടന്റ്. ഒരു വീടിന്റെ പുനരുത്ഥാനം. വീട് അനുഗ്രഹിക്കപ്പെടണോ? നിങ്ങളുടെ വീടിന്റെ സർട്ടിഫിക്കറ്റ് കൂട്ടുകയല്ല ചെയ്യേണ്ടിയേ, പിള്ളേരുടെ മക്കളുടെ എഡ്യൂക്കേഷൻ കൂട്ടുകയല്ല ചെയ്യേണ്ടിയേ, ബാങ്ക് ബാലൻസ് കൂട്ടുകയല്ല ചെയ്യേണ്ടിയേ, നിങ്ങളുടെ വീട്ടിൽ മറ്റൊന്നും ചെയ്താലല്ല വേണ്ടിയേ. എന്ത് ചെയ്യണം എന്നറിയാം? ഇടിഞ്ഞു പോയ യാഗപീഠം പണിതാൽ മതി. നിങ്ങൾ മനസ്സിലാക്കിയോ? യാഗപീഠവും മഴയുമായിട്ട് കണക്റ്റഡാ കേട്ടോ. യാഗപീഠവും മഴയുമായിട്ട് കണക്റ്റഡാ. യാഗപീഠവും മഴയും കേട്ടോ. ഓൾട്ടറും ഓൾട്ടർ എന്തോടൊക്കെ കണക്റ്റഡാ? മഴയുമായിട്ട് കണക്റ്റഡാ. അടുത്തത് പ്രൊട്ടക്ഷനുമായിട്ട് കണക്റ്റഡാ. അടുത്തത് ബ്ലെസ്സിങ്ങുമായിട്ട് കണക്റ്റഡാ കേട്ടോ. ഓൾട്ടർ എന്തോനുമായിട്ടൊക്കെ കണക്റ്റഡാ? റെയിനുമായിട്ട് കണക്റ്റഡാ. ഐശ്വര്യവുമായിട്ട് കണക്റ്റഡാ കേട്ടോ. നിങ്ങൾക്കറിയാം, മഴ പെയ്യാൻ ഏലിയാവ് ചെയ്തത് എന്തുവാ? ഇടിഞ്ഞു പോയ യാഗപീഠം ഒതുക്കിപ്പെടും. നിങ്ങളുടെ വീട്ടിൽ ഉയർച്ച നടക്കണോ? എന്തു ചെയ്യണം? എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും കുടുംബത്തിൽ ഉയർച്ച നടക്കണോ? നമ്മുടെ മറ്റൊരു കാര്യങ്ങൾ ഉയർത്തപ്പെടുന്നതിന് മുമ്പേ ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് എന്തുവാ? ഓൾട്ടർ മഴയുമായിട്ട് കണക്റ്റഡാ. 2, കാവൽ. നിങ്ങളുടെ വീട്ടിലെ യാഗപീഠം പണിതാ മതി. ശമൂവേലിന്റെ പുസ്തകത്തിൽ കിടപ്പുണ്ട്. ശമൂവേലിന്റെ പുസ്തകത്തിൽ ശമൂവേൽ യാഗപീഠം പണിതു, യാഗം നടത്തി. അത് കഴിഞ്ഞ് യാഗം നടത്തിയോണ്ട് ഫെലിസ്ത്യന്റെ മീതെ ദൈവം ഇടിവെട്ടിച്ചു. ഫെലിസ്ത്യന്റെ മീതെ ആരും ഇടിവെട്ടിച്ചു? ദൈവം ഇടിവെട്ടിച്ചു. ഫെലിസ്ത്യനെ ഒതുക്കിയെന്ന ശമൂവേൽ ഒതുക്കിയെന്നല്ല എഴുതിയേക്കുന്നത്. ഈ ശമൂവേലിന്റെ കയ്യിൽ ഒരു സാധനവും ഇല്ല, കുന്തമില്ല, വാളില്ല, പടയാളികളില്ല. കാരണം പ്രവാചകനാ. അന്ന് രാജാക്കന്മാരും ഇല്ല. പക്ഷേ ശമൂവേൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം യുദ്ധം ചെയ്തു. ഇപ്പൊ ദൈവത്തോട് ബന്ധമുള്ളവൻ, പ്രാർത്ഥിക്കുന്നവൻ, യാഗപീഠം ജീവിതത്തിലുള്ളവൻ, അവൻ യാഗമുയർത്തിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബത്തിൽ വരുന്ന എന്ത് എതിര് വരട്ടെ, നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി. എന്ത് ചെയ്യണം? ഓൾട്ടർ. ബിൽഡ് ദി ഓൾട്ടർ. ബിൽഡ് ദി ഓൾട്ടർ. ബിൽഡ് ദി ഓൾട്ടർ. ബിൽഡ് ദി ഓൾട്ടർ. നിങ്ങളത് മറക്കല്ലേ. ബിൽഡ് ദി ഓൾട്ടർ. ബിൽഡ് ദി ഓൾട്ടർ. 2, അനുഗ്രഹവുമായിട്ട് കണക്റ്റഡാ. ദൈവം അബ്രഹാമിനെ ഐശ്വര്യമായി അനുഗ്രഹിക്കാനുള്ളതിന്റെ കാരണം എന്തുവാ? മോറിയ മലയിൽ പോയി ഒരു അനുസരണം, യാഗപീഠം പണിതു തന്റെ മകനെ യാഗമാക്കാൻ. അബ്രഹാമിന്റെ വീട്ടിൽ എവിടെ കൂടാരം അടിച്ചോ അവിടെ എന്തോ ഉണ്ടായിരുന്നു? യാഗപീഠം ഉണ്ടായിരുന്നു. നിങ്ങളുടെ വീട് അനുഗ്രഹിക്കപ്പെടണോ? വീടിനകത്ത് യാഗപീഠം വേണം. ഇസ്രായേൽ മക്കളുടെ മടങ്ങി വരവിൽ അവരെന്തോ ചെയ്തേ? യാഗപീഠം പണിതു. യാഗപീഠം കേട്ടോ. എത്ര നാൾ ആരാധിച്ചു? ഞാൻ കണക്ക് പറഞ്ഞായിരുന്നോ? അവരാരാധിച്ചത് നമുക്കിനി അടുത്ത സ്ലൈഡ് എടുത്തെങ്കിലേ അതിനകത്ത് എഴുതാൻ പറ്റത്തുള്ളൂ. എത്ര നാൾ ആരാധിച്ചു? പറഞ്ഞോ. BC 536 വന്നു, 50,000 പേര് വന്നു. അത് കഴിഞ്ഞിട്ട് എത്ര നാൾ ആരാധിച്ചെന്നറിയാമോ? 534 എന്തിടുന്നത്? ആലയത്തിന് അടിസ്ഥാനം ഇടുന്നത്. 534 2 വർഷം, 2 years അവരെന്തു ചെയ്തു?
അല്ലല്ല, മതിൽ കെട്ടിയില്ല. മതിലൊന്നും വന്നിട്ടില്ല. മതിൽ കെട്ടുന്ന നാളുകൾ കഴിയുമ്പോഴാണ്. 2 വർഷം യാഗം നടത്തി. ഉണ്ടോ? 2 വർഷം മുടങ്ങാതെ. എപ്പോഴൊക്കെയാ യാഗമുള്ളത്? യാഗമുള്ളത് എപ്പോഴൊക്കെയാണെന്നറിയാം? എല്ലാ മാസത്തിന്റെ ആരംഭത്തിൽ യാഗമുണ്ട്. അതിനാ ബൈബിൾ പറയുന്നത് അമാവാസി ഹോമവും പൗർണമാസി യാഗം. പൗർണമാസി എന്ന് പറഞ്ഞാൽ ഫുൾ മൂൺ എന്ന മാസത്തിന്റെ പകുതിയിൽ അമാവാസി യാഗം. അമാവാസി എന്ന് പറഞ്ഞാൽ ന്യൂ മൂൺ ഡേ എന്ന. നമ്മളിവിടെ പിശാചിനെ വിളിക്കുന്നവര് അമാവാസിക്ക് ഹോമം നടക്കും. അത് പിശാചിനെ വിളിക്കാനാ. പോട്ടെ, ബൈബിളിൽ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ വേറെയാ. ബൈബിളിന്റെ സിസ്റ്റത്തിന്റെ കോപ്പിയാ പലതും. ബൈബിളിന്റെ സിസ്റ്റത്തിന്റെ കോപ്പിയെ. ഓക്കെ, അമാവാസി യാഗങ്ങൾ, ന്യൂ മൂൺ ഡേയിലുള്ള യാഗം. ഇനിയും എല്ലാ യാഗങ്ങൾ, 5 വിധ യാഗങ്ങൾ, മോശയുടെ ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്ന സകലവിധ യാഗങ്ങളും അർപ്പിച്ചു. സന്ധ്യായാഗം അല്ലേ, ഓരോ ഇങ്ങനെയുള്ള 5 വിധ യാഗങ്ങൾ ഇതെല്ലാം അർപ്പിച്ചു. 2 വർഷം അവരവരുടെ വീട് പണിയാൻ പോയില്ല. 2 വർഷം അവര് ദൈവത്തിന് വേണ്ടി മാറ്റിവെച്ചു. അപ്പൊ പട്ടണത്തിന് മതിലില്ല. ഇപ്പം നിങ്ങളെ ചിത്രീകരണം കിട്ടിയോ? പട്ടണത്തിന് മതിലില്ല, ആലയമില്ല, വീടില്ല. ഉള്ളതെല്ലാം തട്ടിക്കൂട്ടി റെഡിയാക്കി ക്ലീൻ ചെയ്ത് താമസിക്കുക. വീടില്ല. വീടൊക്കെ പണിയുന്ന സിസ്റ്റം. ഒരു യെരുശലേമിനെ ദൈവം അനുഗ്രഹിക്കും. യെരുശലേം വീണ്ടും പണിയപ്പെടും. യെരുശലേം വീണ്ടും ഉയരും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം ചെയ്തോളൂ. അവരെ ചെയ്യാൻ പോയില്ല. അല്ലെങ്കിൽ ദൈവം അതിന്റെ സൈൻ തരണം, സിഗ്നൽ തരണം. എന്തു പറ്റി? അവര് എന്തു ചെയ്തു? യാഗപീഠം നടത്തി. 534 സെരുബാബേലാണ് എന്തോ ചെയ്യുന്നത്? സെരുബാബേലാണ് ആലയത്തിന് അടിസ്ഥാനമിടുന്നത്. 534 എന്ത് ചെയ്യണ്ട? 534 ആലയത്തിന് അടിസ്ഥാനമിട്ടു. വന്നതിന്റെ 2-ാം വർഷം നോക്കിയേ. വന്നതിന്റെ 2-ാം വർഷം ആലയത്തിന് അടിസ്ഥാനം വിട്ടു. ഇതിന്റെ ബൈബിളിൽ കിടപ്പുണ്ട്, ഇതിന്റെ വാക്യങ്ങൾ കിടപ്പുണ്ട് കേട്ടോ. പക്ഷെ എന്ത് പറ്റി? ആ വർഷം തന്നെ ആലയത്തിന് അടിസ്ഥാനം വിട്ടു. പക്ഷെ പണി നടക്കുന്നില്ല. ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ പ്രോബ്ലം. നിങ്ങൾ നോക്കിക്കോ, ഒരു ഭയങ്കര വിഷയമാണ്. ഒരു കുടുംബത്തിന് ഒരു വീട് പണിയാനോ പ്രത്യേകിച്ച് ഒരു ആലയം പണിയാനോ നോക്കുമ്പോൾ ശത്രുവിന്റെ അറ്റാക്ക് അന്ന് വരെ ഇല്ലാത്തതുപോലെ ഭയങ്കരമായിരിക്കും. എന്താ അതിന്റെ കാരണം എന്നറിയാമോ? നിങ്ങളുടെ എസ്റ്റാബ്ലിഷ്മെന്റ്. അന്ന് നിങ്ങൾക്ക് ഒരു പരിചയവുമില്ലാത്ത, നിങ്ങളോട് യാതൊരു ബന്ധവുമില്ലാത്ത പല ആൾക്കാരും നിങ്ങളുടെ പണി നടക്കുമ്പം ഇവരെതിർത്തു വരും. റോഡിൽ കൂടെ പോകുന്നവൻ വരെ നിങ്ങളെ കണ്ട എതിരാൻ തോന്നും. നിങ്ങൾ ഓർത്തോ എന്താ കാരണം എന്നറിയാമോ? സ്പിരിറ്റ് ഓഫ് ജലസി. ആ ദുരാത്മാവ് ആരുടെയൊക്കെ അകത്തുണ്ടോ അവനെയൊക്കെ ചൊടിപ്പിച്ചു വിടുക. ഞാനൊരു ഉദാഹരണം പറയാം. ഒരിക്കൽ ഞാൻ തുംകൂറിലൊരു മീറ്റിങ്ങിന് പോയി. ആ മീറ്റിംഗ് ഭയങ്കര ബ്ലെസ്സിങ് ആയിരുന്നു. ഞാൻ എൻ്റെ പഴയ വണ്ടിയും കൊണ്ടാണ് പോയത്. ഒരു KL വണ്ടിയും കൊണ്ട് പോയി. അവിടെ ചെന്നു. ഒരു റോഡിന്റെ ഭയങ്കര വീതിയുള്ള റോഡിന്റെ സൈഡിലാണ് ചർച്ചുള്ളത്. റോഡിന്റെ ഇച്ചിരി അകത്തോട്ട് കയറി പോകണം ചർച്ചുള്ളത്. നോക്കിയാൽ കാണാം. പ്രസംഗിച്ചുകൊണ്ടിരിക്കും. കർത്താവ് എന്നോട് പറഞ്ഞു, ഒരു സ്ഥലം കാണിച്ചിട്ട് പറഞ്ഞു അവിടെ സ്ഥിരമായിട്ട് ആക്സിഡന്റ് നടക്കുന്നതാണ്. ഞാൻ പറഞ്ഞു, അവിടെ ആക്സിഡന്റ് നടക്കുന്ന രക്തത്തിന്റെ ദാഹിയായ പിശാച് അവിടെ നിന്ന് വാദിക്കുന്ന കാണും. പറഞ്ഞു, പാസ്റ്റർ ഇവിടെ എല്ലാ മാസവും ആക്സിഡന്റ് ആണ്. അന്ന് അവിടെ പ്രാർത്ഥിച്ചു. എന്തോ സംഭവിച്ചതെന്ന് എനിക്കറിയത്തില്ല. 2 ദിവസം 3 ദിവസം മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ കാർ എടുത്തു. സൺഡേ ആരാധനയും കഴിഞ്ഞിട്ട്. അപ്പൊ എനിക്ക് അന്ന് സൺഡേ ഇവിടെ ആരാധന ഇല്ലാത്തതുകൊണ്ട് അന്ന് ഓരോ ചർച്ചിന്റെ കൂടെ കാർ എടുത്ത് ഇങ്ങോട്ട് വരിക. ഭയങ്കര മീറ്റിംഗ് കഴിഞ്ഞു, ഭയങ്കര സന്തോഷത്തോടെ എല്ലാവരും കൂടെ യാത്ര അയക്കുക. ഞാൻ അങ്ങോട്ട് വരുന്ന വഴിക്ക് എനിക്കറിയാം ആത്മമണ്ഡലം ഇളകി. ഒരു ചെറുക്കൻ എൻ്റെ ബൈക്കിന്റെ എൻ്റെ കാറിന്റെ പുറകെ വരിക.
കാറിന്റെ പുറകെ വരും. അവൻ വന്നിട്ട് എന്തൊക്കെയോ വരും. എൻ്റെ കാറിന്റെ ഗ്ലാസ്സിനിട്ട് ഒറ്റ ഇടിയവൻ, ഒരു കാരണവും ഇല്ല. അതിന്റെ മിററിന്, റിയർ വ്യൂ മിററിന് ഒറ്റയടി. എനിക്കാണെങ്കിൽ ഇച്ചിരി ദേഷ്യവും കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ എന്നാ പിന്നെ അവന്റെ പുറകെ വിടാമെന്ന് ഓർത്തോണ്ട് അങ്ങോട്ട് പോകാൻ തുടങ്ങിയ ദൈവം എന്നോട് പറഞ്ഞല്ല, നീ ഈ ടെറിട്ടറി വിടുന്നതിന് മുമ്പേ പിശാച് നിന്നെ ഇവിടെ ഇട്ട് തകർക്കാൻ നോക്കുവോ. നീ ടെറിട്ടറി വിടുന്നതിന് മുമ്പേ ഇവൻ പിന്നെയും എന്റെ പുറകെ വരുവ. ഞാൻ ഓർത്ത് ഇവനോട് എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല. അവൻ ഇങ്ങോട്ട് വന്ന് എന്റെ ഗ്ലാസ്സിന് ഒറ്റ ഇടി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലായി ഇവന്റെ പുറകെ പോകണ്ട, അവൻ പോട്ടെ, ദൈവത്തിന്റെ കാവലിന് വേണ്ടി പ്രാർത്ഥിക്കാം. പക്ഷെ ഞാൻ ഇവന്റെ പുറകെ ചെല്ലുമെന്ന് ഓർത്തോ പേടിച്ചോ ഇവൻ വേറൊരു ഇടവഴി കൂടെ പോവാ. ഞാൻ കുറച്ച് മുന്നോട്ട് ചെന്നിട്ട് അവിടെ നിന്നിട്ട് വണ്ടിക്ക് നോക്കി, വണ്ടിക്ക് കുഴപ്പമൊന്നും പറ്റിയില്ല. പക്ഷെ ദൈവം എന്നോട് പറയുക, നീ ടെറിട്ടറി വിടുന്നതിന് മുമ്പേ പിശാചാകപ്പാടെ ഇളകിയിരിക്കുക, നീ അവന്റെ ടെറിട്ടറി കയറി അവനെ ശാസിച്ചിട്ട് പോവാ. അപ്പൊ ഒരു കാരണവും വേണ്ട. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ വേർഡ് പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ പ്രോബ്ലം നിന്നുപോയി. നമ്മുടെ ലൈഫിൽ ഞാൻ പ്രാർത്ഥിക്കുക, കർത്താവേ ആ ജലസിയുടെ സ്പിരിറ്റിനെ ഞാൻ ശാസിക്കുന്നു എന്ന് ഞാൻ പറയുമ്പോൾ അത് ശാസിക്കപ്പെടണമെങ്കിൽ എൻ്റെ ഉള്ളിൽ മറ്റുള്ളവനോട് ജലസി കാണരുത്. എൻ്റെ ഉള്ളിൽ മറ്റുള്ളവനോട് ജലസി കാണരുത്. മറ്റുള്ള ഒരു ദൈവവൈതലിന്റെ അല്ലെ എൻ്റെ കൂടെയുള്ളവർ ആരുടെയെങ്കിലും നന്മ, അനുഗ്രഹം, ഉയർച്ച, മാന്യത, പ്രമോഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ശോധന ചെയ്യണം. ദൈവമേ, ഒരു ദൈവവൈതൽ അനുഗ്രഹിക്കപ്പെടുന്നുണ്ടല്ലോ, ദൈവം വിശ്വസ്തനാണല്ലോ എന്ന് അവരുടെ കൂടെ സന്തോഷിക്കാൻ നമ്മൾ പഠിച്ചില്ല. അയ്യോ, ആ പുള്ളി അനുഗ്രഹിക്കപ്പെട്ടു, ആ പുള്ളിക്ക് ഒരു പ്രൊമോഷൻ. നമുക്കങ്ങ് ഇൻസെക്യൂരിറ്റിയും ദ സ്പിരിറ്റ് ഓഫ് ജലസിയുമാണെങ്കിൽ നമ്മൾ നാളെ നമ്മുടെ നേരെ വരുമ്പോൾ ശാസിക്കും. ആ പിശാച് നമ്മളോട് പറയും, എടാ നിന്റെ അകത്ത് ഞാൻ ഇരിക്കുക, പിന്നെ എങ്ങനാ ഞാൻ പോകുന്നത്? നീ ആരെയാ ശാസിക്കുന്നേ? പിന്നെ നീ ആരെ ശാസിക്കാനാ? നമ്മുടെ ഉള്ളിൽ അത് കാണരുത് ഒരിക്കലും. ഞാൻ ജലസി എന്നുള്ളൊരു വിഷയം മാത്രം പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. ഓരോ കാര്യങ്ങൾ യേശു കർത്താവ് പറയുന്നുണ്ട്, ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു, അവന്റെ യാതൊന്നും എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് കർത്താവിന് ശാസിക്കാനും ബൈൻഡ് ചെയ്യാനും അതിനെ പിടിച്ചു കെട്ടാനും എല്ലാം എന്തോ ഉണ്ട്, അധികാരമുണ്ട്. അവന്റെ സാധനം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചിരിച്ചുകൊണ്ട് നിൽക്കും, പോത്തില്ല. നമ്മുടെ ജീവിതം ദൈവസന്നിധിയിൽ ക്ലെൻസ് ആകണം. നമ്മുടെ ജീവിതം ദൈവസന്നിധിയിൽ വിശുദ്ധമായിരിക്കണം. നോക്കിയേ, ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ഇന്റേണൽ മാത്രമല്ല പ്രോബ്ലം വന്നേ, എക്സ്റ്റേണൽ, അകത്തും പുറത്തും. എന്താ ഇസ്രായേൽ മക്കളുടെ ലൈഫിൽ കിടന്ന് അകൃത്യത്തെ പോക്കണമായിരുന്നു. അതൊക്കെ കാണിച്ചു തരാം. ഞാൻ ഈ പറയുന്ന വേർഡുകളെല്ലാം ബൈബിളിൽ തെളിവുണ്ട്. പിശാച് യോശുവ എന്ന മഹാപുരോഹിതന് നേരെ 3-ാം അധ്യായത്തിൽ വാദിക്കുക. എന്തോ വാദിക്കുന്നേ? അവൻ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് ദൈവസന്നിധിയിൽ നിൽക്കുന്നു. എന്തോ മുഷിഞ്ഞ വസ്ത്രം എന്നറിയാമോ? പിതാക്കന്മാര് തൊട്ട് തുടങ്ങിയുള്ള അകൃത്യത്തിന്റെ ഭാരം പുരോഹിതനായ യോശുവ ചുമന്നോണ്ട് നിൽക്കുക. അന്നേരം ദൈവം പറയുക, ഞാൻ അവനെ തീയിൽ നിന്ന് വലിച്ചെടുത്ത കൊള്ളിയാന്ന്. എന്ത് തീയാ? ബാബിലോണിലേക്ക് ദൈവം അയച്ച കോപത്തിന്റെ തീക്കകത്ത് കത്തിത്തീരുന്നതിന് മുമ്പേ അല്പം ബാക്കിയുള്ളതിനെ ദൈവം വലിച്ചെടുത്ത കൊള്ളിയാണെന്ന് അല്ലേ? എന്നിട്ട് ദൈവം പറഞ്ഞു, ഞാൻ അവന്റെ അകൃത്യം പോക്കിയിരിക്കുന്നു. പിശാച് വസ്ത്രത്തെ കുറ്റം പറഞ്ഞു. അവൻ ഇട്ട വസ്ത്രമല്ല, അവന്റെ ആത്മവസ്ത്രം ചെളിയായി പോയി. ആത്മവസ്ത്രം. നമുക്കെല്ലാവർക്കും ദൈവം ഒരു വസ്ത്രം തന്നിട്ടുണ്ട്, ഒരു സ്പിരിച്വൽ വസ്ത്രം തന്നിട്ടുണ്ട്. ആ വസ്ത്രം ചെളി പിടിക്കല്ല. വെളിപ്പാട് പുസ്തകത്തിലും അത് കിടപ്പുണ്ട്. വസ്ത്രം നഷ്ടമായവർ, വസ്ത്രത്തിൽ അഴുക്ക് പിടിച്ചവർ, കേട്ടോ, ദൈവത്തോട് ചോദിക്കാൻ, കർത്താവേ, ഞങ്ങളുടെ വസ്ത്രം കുഞ്ഞാടിന്റെ രക്തത്തിൽ അങ്കി അലക്കി വെളുപ്പിച്ചവരാക്കി ഞങ്ങളെ മാറ്റണമേ. ജീവിതത്തിൽ കുറവ് വരാം, കുറവും തെറ്റുകളും ഒക്കെ വരാം. പക്ഷെ എവിടെയാ അങ്കി അലക്കി വെളുപ്പിക്കേണ്ടത്? കുഞ്ഞാടിന്റെ രക്തത്തിൽ അങ്കി അലക്കി വെളുപ്പിക്കണം. ശത്രു നിന്നെ കാണുമ്പോൾ നിന്നെ അല്ല കാണുന്നത്, നിന്റെ വസ്ത്രത്തെ കാണുന്നത്, നിന്നെ അല്ല കാണുന്നത്. നോക്കിയേ, അപ്പം ഇസ്രായേൽ മക്കളുടെ ലൈഫിൽ എന്തുകൊണ്ടാ വന്നേ? പാപം കിടക്കുക. അതുകൊണ്ടാണ് ഇന്റേണലും എക്സ്റ്റേണലും പ്രോബ്ലം വന്നത്. 2, ഈ 534 പ്രൊട്ടക്ഷൻ മടങ്ങി വന്നിട്ടില്ല. പ്രൊട്ടക്ഷൻ ഇല്ലാത്തിടത്തോളം കാലം
ആർക്ക് കയറി വന്ന് വേണമെങ്കിൽ അറ്റാക്ക് ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ ഓർത്തോണം, ചിലരുടെ ലൈഫിൽ ഒരു കുടുംബത്തിൽ ഒരു കാവലില്ല. ചില സഭയിൽ ചെന്നാൽ കാണാം അവിടെ ഒരു കാവലില്ല. ആർക്കും എപ്പം വന്ന് കയറാം. പിൽഷാദ് എപ്പോഴും വരത്തില്ല, അവൻ നോക്കിയിരിക്കും. സമയം വരുമ്പോൾ കയറി വന്നു നശിപ്പിച്ചോണ്ട് പോകും. 534 കാവല് മടങ്ങി വന്നിട്ടില്ല. നോക്കിയേ, അവരാലയത്തിന് അടിസ്ഥാനം ഇട്ടു, ആലയത്തിന്റെ പണി പോലും നടക്കാൻ പറ്റുന്നില്ല. മനസ്സിലാകുന്നുണ്ടോ? കാവല് വരാത്തിടത്തോളം കാലം ഒരു പണിയും നടക്കത്തില്ല. ആലയം, സഭയ്ക്ക് പോലും പണി ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്താ കാര്യം? കാവല് മടങ്ങി വന്നിട്ടില്ല. അപ്പൊ കാവൽ ഇമ്പോർട്ടന്റ് ആണോ? സഭയ്ക്ക് ആലയത്തിന് അടിസ്ഥാനം വിട്ടു. ആ വർഷം തന്നെ ഒന്നും നടന്നില്ല. പിന്നെയും അവരെന്തോ എടുത്തെന്നറിയാമോ? ദൈവസന്നിധിയിൽ ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും. തുടർന്ന് 534 തൊട്ട് 520 വരെ യാഗങ്ങൾ നടത്തി. എത്ര വർഷം ഉണ്ടെന്നറിയാമോ? 14 വർഷം. ടോട്ടലി ഇപ്പം വന്നിട്ട് 536 തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ 16 വർഷമായി. ആലയത്തിന് അടിസ്ഥാനം വിട്ടിട്ട് എത്ര വർഷം കഴിഞ്ഞു? 14 വർഷം. നടക്കുന്നില്ല. എല്ലാം പ്രോബ്ലമാണ്. ഇവർ കരയാൻ തുടങ്ങി, നിലവിളിക്കാൻ തുടങ്ങി. ആലയം ഇപ്പോൾ പോയിട്ട് ഒത്തിരി വർഷമായി. ആലയം പോയിട്ട് ഒത്തിരി വർഷമായി. എന്ത് പറ്റിയെന്നറിയാമോ? 520 എത്തി. 520 എത്തിയപ്പോഴത്തേക്കിന് എന്തു പറ്റി? ഒരാലോചന വരിക, ആ സ്പിരിച്വൽ ഡെലിവറൻസിനുള്ള വാക്ക് വരിക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ സ്വർഗത്തിന്റെ ചൂട് സൈനുള്ള ഒരു ലെറ്റർ വന്നു. ഡൺ. എന്തോ വരുന്നത് അറിയാമോ? ആ വേർഡുകളൊക്കെ നമുക്ക് പിന്നീട് സെക്കറിയ പ്രവാചകന്റെ പുസ്തകം നമുക്ക് പിന്നീട് പഠിക്കാം. പക്ഷെ നമ്മളിപ്പം പ്രൊട്ടക്ഷൻ എന്നുള്ള വിഷയം ചിന്തിക്കുന്ന ആ വിഷയത്തിൽ നിൽക്കാം. സെക്കറിയ പ്രവാചകനോട് ദൈവം പറഞ്ഞു, 1-ാം അധ്യായം ഒക്കെ വീട്ടിൽ പോയി വായിച്ചു നോക്കണം. യെരുശലേം പണിയപ്പെടും, യെരുശലേമിൽ നിവാസികൾ ഉണ്ടാകും. ഞാൻ യെരുശലേമിനോട് കരുണയോടെ ഞാൻ തിരിയാൻ പോവാം. ദൈവം നിങ്ങളുടെ നേരെ തിരിയാതെ ഒരു പണി നടക്കത്തില്ല കേട്ടോ. ദൈവം കരുണയോടെ തിരിയാതെ ഒരു പണി നടക്കത്തില്ല. ദൈവം നിങ്ങളുടെ നേരെ കരുണയോടെ തിരിയണോ? ദൈവത്തെയും ദൈവദാസന്മാരെയും ദൈവസഭയും റെസ്പെക്ട് ചെയ്യും. ഒറ്റ കണ്ടീഷൻ. ഞാൻ ഇന്നിവിടെ നിൽക്കും, എനിക്കറിയാം, എനിക്ക് ദൈവവൃത്യന്മാരോട് ഭയങ്കര സ്നേഹം, അവർക്ക് വേണ്ടി. പക്ഷെ എല്ലാ ഉടായ്പുള്ളതിനെ ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാ ട്രിക്കി പണി ചെയ്യുന്നതിന് ഒന്നും മിണ്ടത്തില്ല, ഒറ്റ അക്ഷരം മിണ്ടത്തില്ല. അവരിൽ നിന്ന് മാറി നിൽക്കുക, എന്നാലും അവരെ റെസ്പെക്ട് ചെയ്യും. കാരണം ദൈവദാസൻ എന്നുള്ള പേര് വീണതുകൊണ്ട് പൈസ മോഷ്ടിക്കുന്നതും മനുഷ്യനെ ചതിക്കുന്നതും പാസ്റ്റർ എന്നുള്ള പേരിൽ അബ്യൂസ് ചെയ്യുന്നതും കുടുംബങ്ങളെ മൊത്തം നശിപ്പിച്ച് പണവും അവരുടെ ജീവിതവും എല്ലാം നശിപ്പിച്ച്, അല്ലേ, കള്ള ആലോചനയും പറഞ്ഞ് കാര്യസാധ്യത്തിന് വേണ്ടി എല്ലാം ചെയ്തു. എത്രയോ എന്റെ മനസ്സിൽ ഓർമ്മ വരുന്നുണ്ട് ഓരോരുത്തർ. എന്നിട്ട് ഒരു കാര്യവുമില്ല, റിസ്റ്റോറേഷനും ഒരു കറക്ഷനും ചെയ്യാതെ ഇവര് കോട്ടുമിട്ട് ഇവര് കാര്യങ്ങളെ എല്ലാവരുടെയും മുന്നിൽ ചെയ്യുന്നുണ്ട്. അല്ല, പക്ഷേ എന്തു പറ്റി? ദൈവത്തെയും ദൈവദാസന്മാരെയും അവരോട് നിൽക്കട്ടെ. ദൈവത്തെ സേവിക്കുന്ന ദൈവദാസന്മാരുണ്ട്, ദൈവത്തിന്റെ അഭിഷേകം ചുമക്കുന്ന ദൈവവൃത്യന്മാരുണ്ട് കേട്ടോ. ദൈവ മക്കളുണ്ട്, ദൈവദാസന്മാരും ദാസിമാരും ഉണ്ട്. അവരോട് ഒരു വിശ്വാസിയാകട്ടെ. ദൈവം നമ്മളോട് കരുണയോടെ തിരിയണമെങ്കിൽ ദൈവത്തിന്റെ പ്രമാണം എന്തുവാ അതിനെ അനുസരിക്കണം. വെരി സിമ്പിൾ. ഒരു ഫ്രേസ് ഞാൻ പറയാം. നമ്മുടെ ലൈഫ് ലൈറ്റിന്റെ ബുക്കിനകത്ത് എനിക്ക് തോന്നുന്നു 2ാമത്തെ ബുക്ക് ഇറങ്ങിയതിനകത്താണ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ചുമ്മാ എഴുതിയല്ല, വളരെ 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 ആലോചിച്ച് എഴുതിയതാ. അതിനകത്ത് എഴുതിയേക്കുന്ന ഇപ്രകാരമാണ്. ഒരു പ്ലഡ്ജാ, ഒരു റെസല്യൂഷനാ. ദൈവം സ്നേഹിക്കുന്നതിനെ ഞാനും സ്നേഹിക്കും, ദൈവം വെറുക്കുന്നതിനെ ഞാനും വെറുക്കും.
അതിനെ ന്യായീകരിക്കാൻ പോകത്തില്ല. ദൈവം എന്ത് കൂടുതൽ പറയുന്നോ അതിനെക്കുറിച്ച് ഞാനും കൂടുതൽ പറയും. ദൈവം എന്തിനെക്കുറിച്ച് കുറച്ച് പറയുന്നോ അതിനെക്കുറിച്ച് ഞാനും കുറച്ച് പറയും. ദൈവം എവിടെ സൈലന്റ് ആയിരിക്കുമോ അവിടെ ഞാനും സൈലന്റ് ആകും. എവിടെ ദൈവം എന്ത് ചെയ്യുന്നോ അത് എൻ്റെ ലൈഫിലും ആപ്ലിക്കബിൾ ആയിരിക്കും. കേട്ടോ? ദൈവം എന്തിനെക്കുറിച്ച് പറയുന്നോ അതിനെക്കുറിച്ച് നമ്മളും പറയണം. നമ്മൾ അതിന് വെള്ളം ചേർക്കാൻ പോലും. ദൈവം എന്തിനെ വെറുക്കുന്നോ അതിനെ നമ്മൾ എന്തോ എടുക്കണം? ഇന്നത്തെ ഭാഷ പറഞ്ഞാൽ വെളുപ്പിക്കാൻ പോകല്ലേ, നമ്മൾ വെറുക്കണം. മ്ലേച്ഛത, അശുദ്ധി, അതാര് ചെയ്താലും ന്യായീകരിക്കാൻ പോലെ, ആര് ചെയ്താലും തെറ്റാ. ദൈവത്തിന്റെ കണ്ണിക്കൂടെ നമ്മൾ അതിനെ കാണണം. ദൈവത്തിന്റെ കണ്ണിക്കൂടെ. അവരെ വെറുക്കാനല്ല പറഞ്ഞേ. യേശു കർത്താവ് അവരെ വെറുത്തില്ല. യേശു കർത്താവ് ആ പാപത്തെ വെറുത്തു, പാപിയെ സ്നേഹിച്ചു. അവർക്ക് വീണ്ടും അവസരമുണ്ട്. കേട്ടോ? നോക്കിയേ, ഞാൻ ഒരിക്കൽ നിങ്ങൾക്കത് മനസ്സിലാകാൻ വേണ്ടി ഒരു വ്യക്തി എന്നോട് പറഞ്ഞു, ഒരു ദിവാസനെ, ഒരു മന്ത്രവാദി ഞങ്ങൾക്കെതിരെ ചെയ്ത് അദ്ദേഹം ഞങ്ങളെ നശിപ്പിക്കുക, അദ്ദേഹം തകർന്നു പോകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ഒരിക്കലും പ്രാർത്ഥിക്കത്തില്ല. കാരണം ബൈബിളിന്റെ പ്രമാണം ഒരു വ്യക്തിക്കെതിരെ പ്രാർത്ഥിക്കാൻ റൈറ്റ് ഇല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പിമ്പിൽ വ്യാപരിക്കുന്ന ദുരാത്മ ശക്തികൾ തകരാൻ പ്രാർത്ഥിക്കാം. അതിനെ നമുക്ക് ബൈൻഡ് ചെയ്യാം, അതിനോട് നമുക്ക് യുദ്ധമുണ്ട്. പക്ഷെ ബൈബിൾ പഠിക്കുമ്പോൾ കാണാം, ഇസബേലിന് പോലും ദൈവം മാനസാന്തരപ്പെടാൻ അവസരം കൊടുത്തു. ദൈവത്തിന്റെ പ്രമാണം വിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് പിന്നീട് ലൈഫിൽ ബുദ്ധിമുട്ടാവും, ശുശ്രൂഷയിൽ ബുദ്ധിമുട്ടാവും. വചനത്തിൽ തന്നെ നിൽക്കുക. ഇസ്രായേൽ മക്കൾ എന്തുപറ്റി? അവര് ദൈവത്തിന്റെ പ്രമാണത്തെ അടുത്ത 14 വർഷം, ചില പണി നടക്കണോ ഇതിനകത്തൂടെ നമുക്ക് പഠിക്കാം. എന്തോ പഠിക്കാൻ പറ്റുന്ന അറിയാം? നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. നമുക്ക് ഓരോരുത്തർക്കും, ദൈവമക്കളെന്ന് അഭിമാനിക്കുന്നവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഇത് ചിന്തിച്ചേ പറ്റൂ, ഞാൻ ഉൾപ്പെടെ. ഇസ്രായേൽ മക്കളുടെ ലൈഫിൽ 14 വർഷം എടുത്ത് പണി നടക്കാൻ. എന്താ പെട്ടെന്ന് ചെയ്യാഞ്ഞേ? ജാതിയായ ഒരു വ്യക്തി ദൈവസന്നിധിയിൽ വന്ന അവന് 14 വർഷം വേണ്ട, 14 മിനിറ്റ് മതി വിടുതൽ നടക്കാൻ. 14 മിനിറ്റ് പോലും വേണ്ട, ആ വ്യക്തിയുടെ ലൈഫിൽ വിടുതൽ നടക്കും, ആ കുടുംബത്തിൽ വിടുതൽ നടക്കും. പ്രമാണം ഉണ്ടായിട്ട് നീ തെറ്റിച്ചാൽ, വചനം അറിഞ്ഞിട്ട് നീ ദൈവത്തെ അറിഞ്ഞും രുചിച്ചിട്ടും നീ തെറ്റിച്ചാൽ പിന്നെ നീ വലിയൊരു വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ക്രിസ്ത്യൻസ് ആയിട്ടുള്ള വ്യക്തികൾ, പ്രത്യേകിച്ച് പ്രൊട്ടസ്റ്റന്റ് പെന്തക്കോസ് ആയിട്ടുള്ള വ്യക്തികളുടെ അകത്ത് പിന്മാറ്റത്തിൽ പോവോ പാപത്തിൽ വീഴുകയോ ചെയ്തിട്ട് ദുരാത്മാവ് കയറിയാൽ പെട്ടെന്ന് പോകത്തില്ല. എന്തുകൊണ്ടാ? കാരണം നിന്റെ സമർപ്പണത്തിനനുസരിച്ച് അവന് വിടുതലുണ്ട്. നിന്റെ ജീവിതത്തിന്റെ ആ ഒരു സമർപ്പണം അനുസരിച്ച് അവന് വിടുതലുണ്ട്. നിങ്ങൾ പറ, ഇസ്രായേൽ മക്കളെ മടക്കിക്കൊണ്ടുവന്നു, 70-ാം വർഷം മടക്കിക്കൊണ്ടുവന്നു. പക്ഷേ എന്താണ്? ആലയത്തിന് അടിസ്ഥാനം വിട്ടു, നടന്നിക്കുന്നില്ല, ഒന്നും നടക്കുന്നില്ല. 14 വർഷം എടുത്തു. 14 വർഷം എടുത്തു ആലയം പിന്നീട് പണിയാൻ. അടിസ്ഥാനം വിട്ടു, നടക്കുന്നില്ല. അതിന് കാരണം എന്താ? എന്തിനാ 14 വർഷം? കുറ്റം ഏറ്റു പറയണം. നിന്റെ ജീവിതം ദൈവസന്നിധി തന്നെയാണോ നിന്റെ നടപ്പെന്ന ദൈവ ശോധനയും കേട്ടോ. പിന്മാറ്റത്തിൽ പോകരുത്. ഭയങ്കര ഡേഞ്ചറാണ്. ലൈഫിൽ ദൈവകൃപയിലേക്ക് വളരാൻ നോക്കണം. ദൈവകൃപയിലേക്ക് വളരാൻ കേട്ടോ. 14 വർഷം എടുത്തു. 14 വർഷം ടോട്ടലി എത്ര വർഷമായി? മടക്കിക്കൊണ്ട് വന്നിട്ടും ശരിക്കും പറഞ്ഞ ഇവർക്കാർക്കും വീടുമില്ല. ശരിക്കും ഈ നെഹമ്യാവ് വന്ന് ചോദിക്കുന്ന ചോദ്യമുണ്ട്. നെഹമ്യാവൊക്കെ എന്നാ വരുന്നത്? 444 നെഹമ്യാവ് വരുന്നത്. 444 കേട്ടോ. നോ വോൾ 444 നെഹമ്യാവ് വന്നു. പിന്നെ 486 86 രണ്ടാമത്തെ കൂട്ടരായിട്ട് ഇദ്ദേഹം വരുന്നത്, എസ്രാ വരുന്നത്. എസ്രാ എനിക്ക് 450 ആ കാലഘട്ടങ്ങളിലാണ് വരുന്നത്.
നെഹമ്യാ വരുന്നത് എന്നാ 444. അന്നേരം നെഹമ്യാ വന്ന് ചോദിക്കുന്ന ചോദ്യമുണ്ട്. അതോ എസ്രയാണോ എന്ന് ചോദിക്കുന്ന ചോദ്യമുണ്ട്. യഹോവയുടെ ആലയം ഇങ്ങനെ കിടക്കെ നിങ്ങൾ തട്ടിട്ട വീട്ടിൽ പാർക്കാൻ നേരമായോന്ന്. അയ്യാ, ഐ യു ഗെറ്റിംഗ് അയ്യാ? നിങ്ങൾ തട്ടിട്ട വീട്ടിൽ പാർക്കാൻ നേരമായോ? ആലയം പണി നടന്നിട്ട് മതിയെന്ന്. കേട്ടോ, ഭയങ്കരം. ഇപ്പൊ ഇസ്രായേൽ മക്കളുടെ ലൈഫിലെ ഈ വിഷയത്തിൽ കൂടെ പഠിക്കണം. 520 എത്തുമ്പോ ഞാൻ ആ വേർഡും കൂടെ പറഞ്ഞു നിർത്തട്ടെ. ദൈവം പറഞ്ഞു, ഇസ്രായേലിനോട് ഞാൻ മഹാകരുണയോടെ തിരിയും. ദൈവം തിരിയണമെങ്കിൽ കേട്ടോ, നമ്മുടെ മടങ്ങി വരവ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. നമ്മുടെ ശുദ്ധീകരണം ഭയങ്കര ഇമ്പോർട്ടൻ്റ്. നമ്മുടെ അനുസരണം ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ദർ ഇസ് എ ലോട്ട് ഓഫ് ടെസ്റ്റ്. ചില്ലറ ടെസ്റ്റ് അല്ല, ലോട്ട് ഓഫ് ടെസ്റ്റ്. ഇത് കഴിഞ്ഞ് ദൈവം സെക്കറിയാവിനോട് പറയുക, സെക്കറിയാവേ, ഒരു അടുത്ത ആഴ്ചയിൽ അത് കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. സെക്കറിയാവിനോട് 1:16 പറഞ്ഞു, ഒരു യെരൂശലേമിന്റെ മീതെ അളവ് നൂല് പിടിക്കും, യെരൂശലേം പണിയപ്പെടും എന്ന് പറയാം. ആ വാക്ക് അങ്ങോട്ട് പറഞ്ഞു. 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പം കാണാം, അളവ് നൂല് പിടിച്ച ഒരു പുരുഷൻ നടക്കുന്ന കാഴ്ച കാണാം. കേട്ടോ, അളവ് നൂല് പിടിക്കുന്ന പുരുഷൻ. ദൈവം ചിലത് പറഞ്ഞാൽ ഇറങ്ങേണ്ടിയവൻ അളവ് നൂലുമായിട്ട് ഇറങ്ങും. എപ്പോഴും ഓർത്തോ, ചിലപ്പം ഒരു ഏഞ്ചൽ ആയിരിക്കും, ചിലപ്പം ദൈവത്തിന്റെ ആലോചന വഴി വഹിക്കുന്ന മനുഷ്യരാകാം നമ്മുടെ ലൈഫിൽ കണക്ട് ചെയ്യുന്നത്. ഒരിക്കലും ചിലപ്പോൾ ഏഞ്ചൽസ് വരത്തില്ല. ഏഞ്ചൽസ് വരും. നമ്മൾ വിചാരിക്കുന്നത് എന്തുവാ? ദൈവത്തിന്റെ ദൂത് വഹിക്കുന്ന ദൂതുവാഹിയായിട്ടുള്ള ആൾക്കാർ. ദൂതൻ എന്ന് പറയുന്നത് ചിറകുള്ള ഏഞ്ചലിനെയും പറയാം, ചിറകില്ലാത്ത മനുഷ്യനെ കുറിച്ചും പറയാം. ദൈവത്തിന്റെ ആലോചന വഹിക്കുന്ന ആരെ നിന്റെ അടുക്കൽ അയക്കണോ, തക്ക വിടുതലിന് വേണ്ടി ദൈവം നിന്റെ അടുക്കൽ അയക്കും. അവരോട് അനുസരിക്കണം. നോക്കിയേ, 520 ദൈവം പറയുക, ഞാൻ അളവ് നൂല് പിടിക്കും എന്ന് അടുത്ത ആഴ്ച എക്സ്പ്ലെയിൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഒരു ദൂതൻ വന്ന് സെക്കറിയാവിനോട് പറയാ, യെരൂശലേം അതിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ബഹുത്വം നിമിത്തം മതിലില്ലാതെ തുറന്നു കിടക്കും, എന്നാൽ ഞാൻ അതിനു ചുറ്റും തീ മതിലായിരിക്കും എന്ന ദൈവത്തിന്റെ ആലോചന വഹിച്ച ഒരു ദൂതൻ, ഒരു ഏഞ്ചൽ വന്ന് സെക്കറിയാവിനോട് കൈമാറുകയും, ഞാൻ വിശ്വസിക്കുക, യെരൂശലേമിന് ചുറ്റും 606 മുമ്പ് നഷ്ടമായ തീമതിൽ ഇറങ്ങി വന്നു. അന്നേരം ഇറങ്ങി വന്നു. വചനം റിലീസായി കഴിഞ്ഞാൽ പിന്നെ ലേറ്റ് ഇല്ല. വചനം ദൈവം പറഞ്ഞു, ദൈവത്തിന്റെ ആലോചന വന്നു, റിലീസായി. ഇനി എത്ര സമയം എടുക്കും റിലീസാകാൻ? അത് അന്നേരം റിലീസാവുമോ? റിലീസായി. 606 മുമ്പേ നഷ്ടമായ ആത്മമതിൽ ദൈവത്തിന്റെ ആലോചന 520 കിട്ടുന്നേ. 520 യെരൂശലേം അതിലെ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ബഹുത്വം നിമിത്തം മതിലില്ലാതെ തുറന്നു കിടക്കും, എന്നാൽ ഞാൻ അതിനു ചുറ്റും, ഇതങ്ങോട്ട് പറയുകയും പട്ടണത്തിന് ചുറ്റും അക്ഷരികമായി ഞാൻ വിശ്വസിക്കുക തീമതിൽ ഇറങ്ങി വന്നു. ദൈവത്തിന്റെ സ്പിരിച്വൽ വാൾ ഇറങ്ങി വന്നു. നിങ്ങളുടെ ലൈഫിലും ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവ് എന്റെ ചുറ്റിനും ഒരു തീമതിൽ തരണേ, എന്റെ ചുറ്റിനും ഒരു തീമതിൽ തരണേ, തീമതിൽ തരണേ കർത്താവേ. ഈ ദിവസങ്ങളിൽ ആ തീമതിൽ ഞങ്ങളുടെ മേൽ പകരണമേ. നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കും. നിങ്ങളുടെ വീടിന് ചുറ്റും തീമതിൽ വരാൻ പ്രാർത്ഥിക്കും. കാരണം ഇരുട്ട് നിറഞ്ഞ ഭൂമിയിൽ, വഞ്ചന നിറഞ്ഞ ഭൂമിയിൽ, ചതി നിറഞ്ഞ ഭൂമിയിൽ നിങ്ങളും നിങ്ങളുടെ കുടുംബങ്ങളും ശുശ്രൂഷകളും അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ കാവല് വേണം. കാവലുമായിട്ട് കണക്റ്റഡ് ആകുക കേട്ടോ, കാവലുമായിട്ട് കണക്റ്റഡ് ആകുക. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ ടീമിനൊക്കെ പറയുക. പലപ്പോഴും അത് പറയുമ്പം പലരും പല കാര്യങ്ങൾ ചിന്തിക്കും, അതൊന്നും വിഷയമല്ല. റോയ് പാസ്റ്ററോടെ കണക്ട് ആകാനായിരിക്കും. അനോയിന്റിങ്ങും പ്രൊട്ടക്ഷനും ഉള്ള ഒരാളോട് നീ കണക്ട് ആയി നിന്നാൽ ആ അംബ്രല്ലയുടെ കീഴിൽ നിൽക്കുന്നിടത്തോളം കാലം നിനക്ക് മഴ പെയ്യത്തില്ല, മഴയും കിട്ടത്തില്ല, വെയിലും അടിക്കത്തില്ല. നീ അംബ്രല്ലയുടെ കീഴിൽ നിന്ന് പോയോ, ചിലപ്പോ നിന്നെ ദൈവം വിളിച്ചേക്കുന്നത് വിളിയുള്ള ഒരാളോട് കൂടെ ചേർന്ന് നിൽക്കാനായിരിക്കും. നിന്റെ മേൽ വിളി കിട്ടുന്നിടം വരെ കേട്ടോ, വിളി കിട്ടുന്നിടം വരെ എന്തോ ചെയ്യണം? വിളിയുള്ള ഒരാളോട് കൂടെ ചേർന്ന് നിൽക്കണം. ഇല്ല, 2 മിനിസ്ട്രി നടക്കുമ്പോഴത്തേന് എനിക്ക് മിനിസ്ട്രി ഉണ്ടെന്ന് പറഞ്ഞ് ഈ അംബ്രല്ലയുടെ കീഴിൽ നിന്ന് പോയാൽ നഷ്ടമാവും.
പോകുന്നിടത്തൊക്കെ നഷ്ടമാണ്, വളരാൻ പറ്റത്തില്ല. കം ബാക്ക്, കം ബാക്ക്. ഈ സ്പിരിച്വൽ തത്വം അറിയത്തില്ല പലർക്കും. ഇതങ്ങോട്ട് കാവല് പറയുകയും യെരൂശലേമിന് ചുറ്റും ദൈവം എന്തോ ചെയ്തു? തീ മതിൽ ഇറങ്ങി വന്നു, പണി തുടങ്ങി. 520 പണി തുടങ്ങി. റീസ്റ്റാർട്ടഡ് ദി വർക്ക്. ദൈവം അന്നേരം രാജാക്കന്മാരെ അനുകൂലമായി എഴുന്നേൽപ്പിച്ചു. അധികാരികളെ അനുകൂലമായി എഴുന്നേൽപ്പിച്ചു. കാവല് വരാത്തടത്തോളം കാലം ബുദ്ധിമുട്ടാണ്. അധികാരികളെ അനുകൂലമായി എഴുന്നേൽപ്പിച്ചു. ദാര്യാവേശിനെ, ഓരോരുത്തരെയും അക്കരെയുള്ളതും എന്നൊക്കെ ബൈബിളിൽ പറഞ്ഞേക്കുന്നത്, രാജാക്കന്മാരെ ഒക്കെ അവരുടെ എഴുത്ത്, ആലയം പണിയാനുള്ള വസ്തുവകകൾ, അതിനൊന്നും കുറയ്ക്കാതെ വേണം, ഉപ്പ് പോലും കുറയ്ക്കല്ലെന്ന് പറഞ്ഞുകൊണ്ട് രാജാവിന് എഴുത്തു വന്നു. യാഗത്തിന് വേണ്ടി എല്ലാം എല്ലാം കൊടുത്തു. നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ജീവിതത്തിന് കാവലുണ്ടെങ്കിൽ നിങ്ങൾ പോകുന്നിടത്തെല്ലാം എന്തോ പറ്റും? ആളും സഹായവും ദൈവം ഒരുക്കും. അല്ലെങ്കിൽ ദൈവത്തിന്റെ ഫേവർ വേണം. ദൈവത്തിന്റെ ഫേവർ നിങ്ങൾ ദൈവത്തോട് ചോദിക്കണം. കർത്താവേ, എന്റെ മീതെ ഫേവർ ഉണ്ടാകട്ടെ. ഫേവർ ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരോട് ഫേവർ കാണിക്കുന്നവരായിരിക്കും, കരുണ കാണിക്കുന്നവരായിരിക്കും. അതിന് സാക്രിഫിഷ്യൽ മനസ്സ് വേണം കേട്ടോ, സാക്രിഫിഷ്യൽ മനസ്സ്. ഞാൻ ഇന്നലെ എൻ്റെ ടീമിലുള്ള പിള്ളേരോട് പറയാനും, ഇന്നലെ ഒരു 8-10 പിള്ളേർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. തലേ ദിവസം രാത്രിയിൽ ഒരു കോളേജിലെ പ്രോഗ്രാമിന് ഞാൻ നമ്മുടെ സ്റ്റാറ്റസിലൊക്കെ ഇട്ടിട്ടുണ്ട്. അവര് തലേ ദിവസമേ വന്ന് സ്പീക്കറും സൗണ്ടും എല്ലാം സെറ്റ് ചെയ്ത് വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി, അവിടുന്ന് എല്ലാം സെറ്റ് ചെയ്ത് രാത്രി പോയി വീട്ടിൽ കിടന്നു. അന്നേരം മിക്സറിന്റെ കാര്യം ഒരു കേടായിപ്പോയി. വേറെ മിക്സർ എടുത്തുകൊണ്ട് വന്നു, വേറെ സ്ഥലത്ത് പോയി എടുത്തുകൊണ്ട് വന്നു. എല്ലാം 8-10 പിള്ളേർ. ഇന്നലെ രാത്രി മീറ്റിംഗ് എല്ലാം കഴിഞ്ഞു. നല്ല മീറ്റിംഗ് ആയിരുന്നു. കഴിഞ്ഞിട്ട് ഈ കുഞ്ഞുങ്ങളാ, ഇവരാരും ഒരു പക്ഷെ ദൈവദാസന്മാരല്ല, സഭയ്ക്കകത്ത് വർക്ക് ചെയ്യുന്ന കുഞ്ഞുങ്ങളാ. ഇവരെല്ലാം കർത്താവിന്റെ തിരിച്ചു പോവാ, മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു പോവാ. അവർക്ക് ഞാൻ പറഞ്ഞു, നിങ്ങൾ ആരും പോകണ്ട, എല്ലാരെയും വിളിച്ചുകൊണ്ട് പോയി അവർക്ക് നല്ല ഫുഡ് മേടിച്ചു കൊടുത്തിട്ടാ വീട്ടിൽ വിട്ട് കേട്ടോ. ദൈവത്തിന് വേണ്ടി ബൈബിൾ പറയുന്നത് എന്തോ അറിയോ? നീ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കൊടുത്താൽ, എന്റെ നാമത്തെ കുടിക്കാൻ കൊടുത്താ, പ്രതിഫലം കിട്ടാതെ പോകത്തില്ലെന്ന് കേട്ടോ. നമ്മൾ കൊടുക്കുന്നത് ഭയങ്കര സൂക്ഷ്മമായിട്ട് ചെയ്യണം. ഹോസ്പിറ്റാലിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അതൊരു അനുഗ്രഹമാണ്, അതൊരു കൃപയാണ്. എല്ലാവർക്കും ഇല്ലതാനും, അതൊരു കൃപയാണ് കേട്ടോ. ചില വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ നിൽക്കണം, ഇരിക്കാൻ പറയത്തില്ല അവർ. ഇരിക്കാൻ ഞാൻ അവിടെ നിൽക്കും. ഇവരെത്ര പറയുമെന്ന് നോക്കട്ടെ, ഇരിക്കാൻ പറയുമോ എന്ന് നോക്കട്ടെ എന്നോ. അവരിയ്ക്കാൻ പോലും പറയത്തില്ല. അവർക്കൊരു പക്ഷെ അറിയാൻ വയ്യാത്തതുകൊണ്ടായിരിക്കാം. അറിയാൻ വയ്യാത്തതൊന്നുമല്ല, വിവരം ഉള്ളതാ. ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം വേണം. നിങ്ങൾ തമിഴ്നാട്ടുകാരുടെ വീട്ടിൽ ചെന്ന് ഒരാൾ വന്ന് കയറിയ ഉടനെ അവരിയ്ക്കാൻ പറഞ്ഞിട്ട് ആദ്യം അവരെന്തെടുത്തേ? ചായ അല്ല തരുന്നേ. നമ്മൾ മലയാളികൾ ചായ കൊണ്ട് കൊടുക്കും, ചൂടത്തൊന്നും വന്നാലും ചൂട് ചായ കൊണ്ട് കൊടുക്കും. അവരാദ്യം തരുന്ന ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കൊടുക്കും. പിന്നീടാ ചോദിക്കും, വന്ന് ഇരുന്നു അടുത്ത ആ മിനിറ്റിൽ തന്നെ വെള്ളം കൊണ്ട് കൊടുക്കും. കന്നഡക്കാരങ്ങനെ, നോർത്ത് ഇന്ത്യൻസ് അങ്ങനെ, നോർത്ത് ഇന്ത്യൻസ് അവര് ഉടനെ വെള്ളം കുടിക്കുക. ആദ്യം ഗ്ലാസ്സിൽ വെള്ളം കൊണ്ട് എന്നിട്ട് ഓരോരേയും ഇരിക്കുക, ഞങ്ങൾ ചായ ഇട്ടുകൊണ്ട് വരാം, അല്ലെങ്കിൽ സ്വീറ്റ് കൊണ്ടുവരാം, അല്ലെങ്കിൽ തൈര് കൊണ്ടുവരാം. ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലാണ്. നമ്മുടെ ഹോസ്പിറ്റാലിറ്റി മറക്കല്ലേ, ദൈവമക്കളെ ശുശ്രൂഷിക്കുന്നതിൽ മറക്കല്ലേ. പിന്നെ കള്ളനെ പിടിച്ച് വീട്ടിൽ കയറിയിട്ട് അവന് വെള്ളം കൊടുത്താൽ അതിന്റെ പ്രതിഫലവും കിട്ടും. ബൈബിൾ അങ്ങനെ, പ്രവാചകൻ എന്ന് വിചാരിച്ച് പ്രവാചകന് കൊടുക്കുന്നതിന്റെ പ്രതിഫലം കിട്ടും. ഇപ്പൊ കള്ളന് കൊടുത്താലോ കിട്ടാൻ അപ്പൊ നമ്മൾ ഭയങ്കര സൂക്ഷിക്കണം. നോക്കിക്കേ, റിസ്റ്റോർ ചെയ്തു. ദൈവം ആളിനെയും സഹായത്തെയും ഒരുക്കി. കാവല് മടങ്ങി വന്നപ്പോഴാ പണി നടന്ന്. പിന്നെ പണി നിന്നില്ല. പിന്നെ എന്ന് പണി കംപ്ലീറ്റ് ആയെന്നറിയാമോ? ഇവിടെ എഴുതിയിട്ടുണ്ടോ? വേണ്ട, 516 4 വർഷം എടുത്തു. 4 വർഷം കൊണ്ട് എന്ത് പറ്റി? പണി കംപ്ലീറ്റ് ആയി. അപ്പൊ നിങ്ങൾക്ക് ഇതിനകത്തൂടെ എന്താ പഠിച്ചേ? കാവല് മടങ്ങി വരാതെ ആലയത്തിന്റെ പണി
നടക്കത്തില്ല. കാവല് മടങ്ങി വരാതെ ദൈവാലയത്തിന്റെ പണി നടക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ വീടിന്റെ പണി നടക്കും ഇല്ല. ഞാൻ ഇന്ന് ഭയങ്കരമായിട്ട് ചിന്തിക്കുക, എൻ്റെ ദൈവമേ, ഏതുവഴിയൊക്കെയാ പിശാചിന്റെ പണി വരുന്നത്. കർത്താവേ, ഓരോ പണി നടക്കുമ്പോൾ കേട്ടോ, മനസ്സിലാക്കണം ഇത്. ഞാൻ ഇനിയും സെഖരിയാ പ്രവാചകന്റെ പുസ്തകത്തിലെ വാക്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവൻ നിങ്ങളുടെ ഒരു നന്മയുടെ സമയമാകുമ്പോൾ, ഒരു എക്സാമിന്റെ സമയമാകട്ടെ, നിങ്ങളുടെ മക്കളുടെ കല്യാണത്തിന്റെ സമയമാകട്ടെ, ഒരു യാത്രയുടെ സമയമാകട്ടെ, ഒരു ഉയർച്ചയുടെ സമയമാകട്ടെ, ഒരു വണ്ടി എടുത്ത സമയമാകട്ടെ, ഒരു ശുശ്രൂഷയുടെ സമയമാകട്ടെ, നിങ്ങളൊരു രാജ്യത്തേക്ക് യാത്ര ചെയ്യുന്ന സമയമാകട്ടെ, ഒരിക്കലും ഇല്ലാത്തവന്മാരൊക്കെ ഇളകും. എന്തുകൊണ്ടാണ് ഇളകുന്നേ? ആ വ്യക്തിയുടെ ഉള്ളിൽ സ്പിരിറ്റ് ഓഫ് ജലസി കിടപ്പുണ്ട്. പിശാചിന്റെ സാധനങ്ങൾ കിടപ്പുണ്ട്. പിശാച് അവൻ അറിഞ്ഞോ അറിയാതെ ഈ വ്യക്തിയെ തിരിക്കാൻ നോക്കും. നിങ്ങളുടെ ചുറ്റിനും ഒന്നിനെ കാവലുണ്ടെങ്കിൽ ഇത് കയറാൻ പറ്റത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ വീടിന് ചുറ്റും കാവലുണ്ടെങ്കിൽ കയറാൻ പറ്റത്തില്ല. എൻ്റെ ദൈവമേ, ഭയങ്കര ഉദാഹരണങ്ങളൊക്കെ പറയാൻ. ഒരു ഉദാഹരണം കൂടെ പറയട്ടെ. ഞാൻ 2010 ആദ്യമായിട്ട് ഇന്ത്യക്ക് വെളിയിൽ പോവാ. വെളിയിൽ പോകുന്നതിൻ്റെ അന്ന്, ചുരുക്കത്തിൽ പറഞ്ഞ, ഞങ്ങളൊരു സെക്കൻഡ് ഫ്ലോറിലാണ് താമസിക്കുന്നത്. മഴ പെയ്തുകൊണ്ടിരിക്കുക. ഞാൻ പെട്ടെന്നൊരു കയറ് മേടിക്കാൻ, ബാഗ് കെട്ടാൻ ഒരു കയറ് മേടിക്കാൻ വെളിയിലോട്ട് പോയി. എൻ്റെ ഒരു ഫ്രണ്ടും വന്ന് വെളിയിൽ നിൽപ്പുണ്ട്. ഞാൻ ഗേറ്റ് ജസ്റ്റ് ഒന്ന് തുറന്നിട്ടിട്ട് പോയി. ഒരു കയറ് മേടിച്ചോണ്ട് ഓടി വരാം. ഇനിയും വണ്ടി സ്റ്റാൻഡിൽ വെച്ചിട്ട് ഗേറ്റ് അടച്ചിട്ട് മഴ നനയുമല്ലോ, നാളെ പോകേണ്ടിയല്ലേ, പനി, രാത്രി പോകണം, 12 മണിക്ക് പോകണം, പനി പിടിക്കും, അങ്ങനെയൊന്നും വരല്ലേ എന്ന് ഓർത്തോണ്ട് പെട്ടെന്ന് അവൻ ആ ബ്രദറിനെ വിളിച്ചോണ്ട് വരാം എന്ന് ഓർത്തോണ്ട് ഇങ്ങോട്ട് പോവാ. ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേന് ഗേറ്റ് പൂട്ടി ഒരാൾ. ഇപ്പോഴത്തെ ഒന്നുമല്ല, പണ്ട് താമസം. ഗേറ്റ് പൂട്ടി. വിശ്വാസിയാ. ഗേറ്റ് പൂട്ടി. ഞാൻ വെളി വന്ന് മഴയെന്ന് അറിഞ്ഞ് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഓൺ അടിച്ചു. കീ ഓൺ. ഗേറ്റ് പൂട്ടുന്ന പരിപാടിയേ ഇല്ല അവിടെ. ഗേറ്റ് പൂട്ടുന്ന പരിപാടി. ഓൺ അടിച്ചു, തുറക്കുന്നില്ല. ഓൺ അടിച്ചു, തുറക്കുന്നില്ല. ഗേറ്റ് ലോക്ക് ചെയ്തു, തുറക്കുന്നില്ല. അവസാനം ഞാൻ സെക്കൻഡ് ഫ്ലോറിലോട്ട് വിളിച്ചു. എൻ്റെ പപ്പായെയും ബ്രദറിനെയും വിളിച്ചു. അവർ ആരാ പൂട്ടി? ഞങ്ങൾ പൂട്ടിയിട്ടില്ല. ആരാ പൂട്ടിയേ? ഞാൻ ഓൺ അടിച്ചു. എന്നിട്ട് എനിക്കറിയാം താഴത്തെ വീട്ടുകാരെങ്കിലും ഒരിക്കലും പൂട്ടിയേ, അറിയാതെ പൂട്ടിയതാണ്. അവരെ ഓൺ അടിച്ചു വിളിച്ചു. അകത്തോട്ട് കയറാൻ പറ്റുന്നില്ല. ഞങ്ങൾ മഴ നനഞ്ഞോണ്ടിരിക്കുക. മേളിൽ കീ നോക്കിയിട്ട് കീ കാണാനുമില്ല. കാരണം ഗേറ്റ് പൂട്ടുന്ന സിസ്റ്റം ഇല്ല. സാധനം എൻ്റെ അനിയൻ ഇറങ്ങി വന്നിട്ട് ഡോറി മുട്ടി. ഡോറ് തുറക്കുന്നില്ല. താഴത്തുകാരൻ ഡോറി മുട്ടി, തുറക്കുന്നില്ല. അവൻ ഡോറിന് ശരിക്കും മുട്ടി. ആ വീട്ടിലെ ബിലീവർ എന്ന് പറഞ്ഞ ലേഡി ഇറങ്ങിയിട്ട് സ്പിരിറ്റ് ഓഫ് ജലസിക്കകത്ത് അവർ നിൽക്കുക. പിശാച് പൂണ്ട് നിൽക്കുക. വിശ്വാസിയ. എൻ്റെ അനിയൻ എന്തോ പറഞ്ഞതിന്റെ പേരിൽ അവർ വന്ന് ദേഷ്യപ്പെട്ട് ഗേറ്റ് തുറന്നു. ഒരു കാര്യവുമില്ല, ഒറ്റ കാര്യമില്ല. അവര് തമ്മിൽ എന്തോ പറഞ്ഞു. നേരെ മേളിൽ പോയി. ഞാൻ പറഞ്ഞു പെട്ടെന്ന് പെട്ടി കെട്ടണം, പെട്ടെന്ന് ആൾക്കാർ വന്നിട്ടുണ്ട്. ഒന്നും പറയാൻ പെട്ടി കെട്ടി. ഞാൻ അന്ന് രാത്രി ഇന്ത്യക്ക് വെളിയിൽ പോയി. 12 മണിയാകുമ്പോൾ ഞാൻ പോയി. അന്ന് രാത്രി തന്നെ വെളിയിൽ പോയി. ഞാൻ 1 മാസം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം ഒരങ്കിൾ വന്ന് എന്നോട് പറയാ, മോനെ, നീ പോകുന്നതിന് അന്ന് രാത്രി എന്തെങ്കിലും അവിടെ നിങ്ങളുടെ കോമ്പൗണ്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു? അവർക്കെല്ലാം എന്നെ അറിയാം. ഞാൻ പറഞ്ഞു, അങ്കിളെ, ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അന്ന് രാത്രി നിന്റെ യാത്രയെ തടസ്സം ചെയ്യാൻ ഇന്ന വ്യക്തി എന്നെ വിളിച്ചു. രാത്രി ഇന്ന സ്ത്രീ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് രാത്രി റോയ് ബ്രദറിനെതിരെ കേസ് കൊടുക്കണം. എന്നെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകും. കേസ് കൊടുക്കും. എന്തിനാ? എന്തു വന്നറിയത്തില്ല. ഗേറ്റ് തുറന്നിട്ട് അത്രയുള്ള പ്രശ്നം. കേസ് കൊടുക്കണം. ഈ അങ്കിളിനോട് ദൈവാത്മാവ് മനസ്സിലാക്കി കൊടുത്തു, അദ്ദേഹത്തിന്റെ വഴിയെ തടയാൻ പിശാച് വ്യാപരിക്കുന്ന, സ്പിരിറ്റ് ഓഫ് ജലസി വ്യാപരിക്കുന്ന, സ്പിരിറ്റ് ഓഫ് ജലസി. ഞാൻ തിരിച്ചു വന്ന സമയത്ത് എമോറിസ് പാസ്റ്ററിനെ കണ്ടു. പാസ്റ്ററിനോട് പറഞ്ഞു, മോനെ, നീ പോകുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു? ഞാൻ പറഞ്ഞു, ഉണ്ടായിരുന്നു അങ്കിളെ എന്ന് പറഞ്ഞു. അങ്കിൾ എന്നോട് പറഞ്ഞു, നീ പോയി 2 ദിവസത്തേക്കാകാം വലിയൊരു ലെറ്റർ കൊണ്ടു തന്നു. ഒരാൾ, ഇന്ന ആൾ കൊണ്ടു തന്നു, നിന്നെ ചർച്ചയിൽ നിന്ന് പുറത്താക്കണം എന്ന് പറഞ്ഞിട്ട് ലെറ്റർ കൊണ്ടു തന്നു. ഞാൻ ലെറ്റർ നോക്കിക്കൊണ്ടിരിക്കുക. എഴുതിയേക്കുന്നതിനകത്ത് ഒരു കാര്യവും. എന്തോ സൗന്ദര്യപ്പിണക്കം. എനിക്ക് വായിക്കുമോ മനസ്സിലായി. സൗന്ദര്യപ്പിണക്കവും കുറെ കാര്യങ്ങളുമാണ്. അതിനകത്ത് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ
എൻ്റെ നേരെ എന്തെങ്കിലും പറഞ്ഞാൽ പോലും പാസ്റ്റർ പറയും അവൻ ചുമ്മാ ചെയ്യത്തില്ല, അവൻ കാര്യം ഉണ്ടെങ്കിൽ ഇടപെടത്തുള്ളൂ എന്ന് പാസ്റ്റർക്ക് നല്ല ഉറപ്പാണ്. ഇത് വായിച്ചുകൊണ്ടിരിക്കുമ്പം അടുത്ത ഒരാള് വന്നിട്ട് പറഞ്ഞു, എന്തോ പാസ്റ്റർ അവർ വന്നേന്ന് ചോദിച്ചു. അവരിവിടെ വരുന്നതല്ലല്ലോ, വന്നതെന്ന് ചോദിച്ചു. പറഞ്ഞു ഇത് ലെറ്റർ തരാൻ വന്നതാ എന്ന് പറഞ്ഞു. റോയ് ബ്രദറിന് നേരെ ലെറ്റർ തരാൻ വന്നു. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്ന് പാസ്റ്ററെ, സ്വന്തം വീടിനെ ഭർത്താവിനെയും ഭരിച്ച്, ഭർത്താവ് ആ വീട്ടിലെ സ്ത്രീ ഭർത്താവാ, അവര് ബഹളം ഉണ്ടാക്കുന്ന, പോകുന്ന മീറ്റിങ്ങുകൾക്കും ചർച്ചകളിലും ബഹളമാണ്. അവരാരോട് നേരെ ബഹളം ഉണ്ടാക്കാൻ നിൽക്കുക. അതുകൊണ്ട് ആരുടെ നേരെയാ റോയ് ബ്രദർ അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ കാര്യമില്ലാതെ റോയ് ബ്രദർ ഇടപെടത്തില്ല. പാസ്റ്റർ പറഞ്ഞു, ഞാൻ ആ ലെറ്റർ നേരെ കളഞ്ഞു. നോക്കിക്കേ, ഈ വേർഡ് ഞാൻ ഓപ്പണായിട്ട് പറയുന്നത്, സ്പിരിറ്റ് ഓഫ് ജലസി അകത്തുണ്ടെങ്കിൽ നോക്കിക്കോ, എന്തോ ആയിട്ട് അറിയാം, അവര് നമ്മുടെ നേരെ വ്യാപരിച്ചു. നമ്മുടെ നേരെ വ്യാപരിക്കാൻ നോക്കി, ജയിച്ചില്ല. പക്ഷെ എന്തോ പറ്റുന്നറിയോ, അവരുടെ ലൈഫിനെ പിശാചിട്ട് കെട്ടിക്കളഞ്ഞു. അവരുടെ തന്നെ, അവരുടെ കുടുംബത്തിനകത്തേക്ക് കയറാനുള്ള ലീഗൽ ഓപ്പണിംഗ് ആ മാതാവ് ഒരുക്കി കൊടുത്തു. അവരുടെ മക്കളുടെ ലൈഫിലും കെട്ടപ്പെട്ടു പോകും. നമ്മുടെ ലൈഫിൽ ഓർത്തോണം, ഞാൻ എപ്പോഴും ചിന്തി, ഒരു ദൈവവൃത്യൻ, ഒരു ദൈവദാസൻ വളരുന്നത് നിമിത്തമോ, ഒരു ദൈവവൈതൽ അനുഗ്രഹിക്കപ്പെടുന്ന നിമിത്തമോ നമ്മുടെ ലൈഫിൽ ഒരിക്കലും ഒരു പെർസെന്റേജ് പോലും ജലസി വരല്ല. 2, ഒരു ദൈവവൈതലിന്റെ അനുഗ്രഹമായിരിക്കാം, അതിനെക്കുറിച്ചും അല്ല തിന്മയെക്കുറിച്ചും നെഗറ്റീവ് കുറിച്ച് പറയല്ലേ. വിതച്ചാൽ കൊയ്യും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാക്ട്ലി കാര്യങ്ങളെ അറിയാം. ഇപ്പം സോളമൻ അയ്യ, എനിക്കറിയാം, സോളമൻ അയ്യ പോയി ഒരു ട്രാപ്പിൽ വീഴാൻ പോവാ. ആ മറ്റൊരു വ്യക്തി ട്രാപ്പാണെന്ന് എനിക്ക് അറിയാം. അതെന്റെ ജോലിയാ. സോളമൻ അയ്യായെ ഞാൻ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അയ്യാട് ഞാൻ പറഞ്ഞു കൊടുക്കണം, അയ്യാ ഇപ്പം നിങ്ങളുള്ള വ്യക്തി ഉണ്ടല്ലോ, അത് ട്രാപ്പാ, നിങ്ങൾ സൂക്ഷിക്കണം. എനിക്ക് അത് പറയാം, കാരണം എനിക്ക് അനുഭവം ഉള്ളതാണ്. അത് അപവാദമല്ല, അത് അനുഭവം ഉള്ളത്. അല്ലാത്ത ഒരാളെ കുറിച്ച് നമ്മൾ പറയരുത്. നമ്മുടെ നാവ് വളരെ സൂക്ഷിക്കണം. മറ്റൊരാളെ കുറിച്ച് നമ്മുടെ ചിന്തയ്ക്കകത്തൂടെ വരുന്നത് നമ്മൾ റിലീസ് ചെയ്യല്ലേ. നമ്മുടെ ചിന്തയ്ക്ക് നമ്മൾ ഊഹിച്ച് കരുത്, അങ്ങനൊന്നും ഒരിക്കലും ആയിരിക്കത്തില്ല. നമ്മുടെ ലൈഫിൽ ദൈവസന്നിധിയിൽ പണിയപ്പെടാൻ എത്ര വർഷം എടുത്ത് ആലയം പണിയാൻ? 4 വർഷം കൊണ്ട് ആലയം പണിതു. 14 വർഷം കൊണ്ട് പണിയാൻ പറ്റാത്ത സാധനം കാവല് വന്നു 4 വർഷം കൊണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമക്കളെ, ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിച്ചു. നിങ്ങൾ എഴുതിയെടുക്കണം. ഇതിന്റെ റെക്കോർഡഡ് ഉണ്ട്, നിങ്ങൾ ഇത് കേൾക്കണം കേട്ടോ. ഇതൊക്കെ നിങ്ങളുടെ ലൈഫ് സേവിങ് ആണ്. പല സ്ഥലത്തും നിങ്ങൾക്ക് ഇൻസൈറ്റ് കൊണ്ടിരുന്നത്. ഒത്തിരി പേരുടെ ചോദ്യമാണ്, എന്തുകൊണ്ടാണ് പെന്തക്കോസ്ത് ആൾക്കാരുടെ ലൈഫിൽ വിടുതലില്ലാത്ത? അക്രൈസ്തവർ വന്ന് വിടുതൽ കൊണ്ടുപോവാ, അവർ അനുഗ്രഹിക്കപ്പെടുക. 2, ഇങ്ങനെയുള്ള ഒത്തിരി ചോദ്യങ്ങൾ. എന്തുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിച്ചിട്ട് മറുപടി ഇല്ലാത്ത? അതിന്റെ ക്ലാസ് ഞാൻ എടുത്തോണ്ടിരിക്കുക. There is a root. എന്തുകൊണ്ടാ എനിക്ക് ഉയരാൻ പറ്റാത്ത? കാവലില്ലാത്തതാ. എത്ര കാര്യങ്ങൾ പഠിപ്പിച്ചു ദൈവോധനത്തിൽ. പ്രാർത്ഥിക്കാം ദൈവത്തോട്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇതെല്ലാം നിങ്ങളുടെ ലൈഫിൽ അനുഗ്രഹമായി തീരട്ടെ കേട്ടോ. നമ്മൾ അടുത്തത് പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങൾ പഠിക്കാം.